നമസ്കാരം. മാർക്ക് ഫെല്ലർ യോങ്ജിയുടെ ആ സൈഡിലായി വന്നു നിന്നതും മാർക്ക് നേരെ മുന്നിൽ കാണുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് ഒന്ന് നോക്കി. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന് മുൻവശത്തായി ഫസ്റ്റ് എൽഡറും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ആ 18 ഗോഡുകളും മറ്റ് അനവധി ഫൈറ്റേഴ്സും ഉണ്ട്. അവര് അതിശക്തമായ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഫസ്റ്റ് എൽഡറും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും കൂടി നോർത്തേൺ ലാൻഡിൽ നിന്നുള്ള ആളുകളെയാണ് നേരിടുന്നത്. യോങ്ജിയുടെ ആ വളർത്തു മക്കളും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ സൂപ്പർ ഫൈറ്റേഴ്സും തമ്മിൽ ശക്തമായ യുദ്ധം നടക്കുകയാണ്. ആകാശത്തേക്ക് പറന്നുയർന്നും താഴ്ന്നിറങ്ങിയും വിവിധ സ്പെല്ലുകൾ ഉപയോഗിച്ചുള്ള അതിഭീകരമായ ആ യുദ്ധം നടക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ യോങ്ജിയുടെ ടീമിന്റെ ഭാഗമായി എത്തുന്നത്. ആ 18 ഗോഡുകളോടും ശക്തമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ തന്നെ യോങ്ജി മാർക്കിനെ കണ്ട് മാർക്കിനെ അഭിസംബോധന ചെയ്തു. മാർക്ക് ബാബാ. മാർക്ക് എന്നുള്ള യോങ്ജിയുടെ വിളി സ്വാഭാവികമായിട്ടും മാർക്ക് യോങ്ജിയുടെ ടീമിന്റെ ഭാഗമാണെന്ന് ഒരു ധ്വനി സകലരിലും ഉണ്ടാക്കുകയാണ്. യോങ്ജി അങ്ങനെ വിളിച്ചതും നോർത്തേൺ സൈഡിന്റെ നേതാവായ വ്യക്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അറ്റാക്ക്. ഹെവൻലി ക്ലൗഡ് സെക്ഷന് നോക്കിയാണ് ആ ലീഡർ അത് പറഞ്ഞത്. മാർക്കിന് അയാളുടെ ആ ഡയലോഗ് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാർക്കിന്റെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. അത് യോങ്ജി ശ്രദ്ധിക്കുകയും ചെയ്തു. യോങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. മാർക്ക്, നിന്റെ പ്രഖ്യാപിത ശത്രുവിനെയാണ് ഞങ്ങൾ എതിരിടുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം കൂടി ഹെവൻലി ക്ലൗഡ് സെക്ഷനെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. മാർക്ക് ഫെല്ലറും കൂടി യോങ്ജിയുടെ ടീമിന്റെ ഭാഗമായപ്പോൾ ഇരുട്ടത്തും ബിൽഡിങ്ങുകളുടെ ഭാഗത്തൊക്കെയായി ഒളിച്ചു നിൽക്കുകയായിരുന്ന സദേൺ റീജിയനിലെ പല പ്രമുഖരും പതുക്കെ തല പുറത്തോട്ട് ഇട്ടു തുടങ്ങിയാണ്. മാർക്കും കൂടി യോങ്ജിയുടെ ടീമിന്റെ ഭാഗമായാൽ ഇപ്പോ സമ നിലയിൽ നിൽക്കുന്ന ആ യുദ്ധകളത്തിലെ രീതി ആകെ മാറി മറിയും. അങ്ങനെ തോന്നൽ ആ ഒളിച്ചു നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അവർ തങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ സമയമായെന്ന് മനസ്സിൽ കരുതുമ്പോഴേക്കും ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു, അവൻ ഇവിടെ എത്തിയിരിക്കുകയാണ്, എനിക്ക് അവനെ അവസാനിപ്പിക്കണം. അത് കേട്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ അത് വേണ്ട, ഈ പ്രാവശ്യം മാർക്കിനെ ഞാൻ നേരിടാം. ഫസ്റ്റ് എൽഡർക്ക് അത് കേട്ടപ്പോൾ ശരിക്കൊരു ആശ്വാസമാണ് തോന്നിയത്. കഴിഞ്ഞ തവണ മാർക്കുമായി ഉണ്ടായ ആ ഏറ്റുമുട്ടൽ അയാൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അന്ന് സെക്ഷൻ മാസ്റ്റർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാർക്ക് ഉറപ്പായും ഫസ്റ്റ് എൽഡറെ കൊന്നനെ. അന്ന് അയാളിലേക്ക് ആവാഹിച്ച ഭയം ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനെ നേരിടാന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം തോന്നിയ ഫസ്റ്റ് എൽഡർ അത് മറച്ചു വെച്ചുകൊണ്ട് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ യുവമാരെ നേരിടാം. പറയുന്നതിനിടയിലും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. മാർക്ക്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നപ്പോൾ മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒന്ന് നോക്കി. മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, നീയും ഞാനും തമ്മിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നവും നിലവിലില്ല. എനിക്ക് എതിർപ്പുള്ളത് ഫസ്റ്റ് എൽഡറോടാണ്. ഞാൻ അയാളെ കൊല്ലാനാ വന്നത്. അത് കേട്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയാളുടെ കൈ ഒന്ന് അനക്കിയതും ആ കയ്യിൽ ഒരു വെളുത്ത മഴു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ വെളുത്ത മഴു ഒരു മാന്ത്രിക ആയുധമാണെന്ന് ആ മഴു ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ കയ്യിൽ വന്നതും അത് കണ്ട ആളുകൾക്ക് മനസ്സിലായി. പലരും ഉറക്കെ പറയുകയാണ്, അത് ഒരു ഡിവൈൻ വെപ്പണാണ്. മാർക്കിനെ നേരിടാൻ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഇതാ ഡിവൈൻ വെപ്പൺ രംഗത്തിറക്കിയിരിക്കുകയാണ്. ആളുകൾ പല ശൈലിയിലുമുള്ള കമന്റുകൾ അങ്ങനെ പറയുമ്പോഴേക്കും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ വലത് കയ്യിലിരിക്കുന്ന ആ മഴുവിലേക്ക് അയാളുടെ ഇന്റേണൽ എനർജി അങ്ങനെ ഇരച്ചു കയറുകയാണ്. ആ മഴുവും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഒന്നായി മാറുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ ഫലമായി ഉണ്ടായത്. ആ മഴു ശരിക്കും തിളങ്ങുന്ന ആ നിമിഷത്തിൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മുന്നോട്ട് കുതിച്ചിട്ട് അതിശക്തമായി മാർക്ക് ഫെല്ലർ നോക്കി ആഞ്ഞു വെട്ടുകയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഈ ആക്ടിവിറ്റിയൊക്കെ ശരിക്കും നിസ്സംഗ ഭാവത്തിലാണ് മാർക്ക് ഫെല്ലർ കണ്ടു നിന്നത്. മാർക്ക് കൈകൾ പുറകിൽ കെട്ടി ആ യുദ്ധം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിന് മുന്നിലേക്ക് ആ മഴുവുമായി കുതിച്ചെത്തിയത്. തനിക്ക് മുന്നിലേക്ക് കുതിച്ചു വന്ന ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ മഴു ഉയർത്തി മാർക്കിൽ നിന്ന് ആഞ്ഞു വെട്ടുമ്പോൾ ആ മഴുവിൽ നിന്ന് കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം മാർക്കിന് മുകളിലേക്ക് ആദ്യം വീഴുകയാണ്. പ്രകാശത്തിൽ കുളിച്ച മാർക്കിനെ ഒറ്റ വെട്ടിൽ തീർക്കാൻ വേണ്ടി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആകാശത്തേക്ക് കുതിച്ച് താഴോട്ട് ആഞ്ഞു വെട്ടി. മാർക്ക് ഫെല്ലർക്ക് നേരെ ആദ്യം ആ പ്രകാശവും രണ്ടാമത് ആ മഴുവും പാഞ്ഞു വരികയാണ്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന മഴുവിനെ മാർക്ക് കൃത്യമായി കാണുന്നുണ്ട്. പക്ഷെ മഴ അടുത്തെത്തിയപ്പോൾ മാർക്ക് കൈ ഒന്ന് അനക്കി. മാർക്ക് കൈയൊന്നനക്കിയതും
മാർക്കിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു കാറ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആ കാറ്റ് മഴുവിൽ തട്ടിയതും ആ മഴു ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കയ്യിൽ നിന്ന് തെറിക്കുന്നതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ആ മാന്ത്രിക സ്പെല്ല് മാർക്ക് കൈയൊന്ന് അനക്കിയതും തകർന്ന് തരിപ്പണമായി എന്നതാണ് സത്യം. ഈ കാഴ്ച യോങ്ജിയും ആ നോർത്തേൺ ലീഡറും ഒക്കെ കാണുന്നുണ്ട്. ശരിക്കും യോങ്ജി സീമാബായിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. സീമാബായി വന്നാൽ ആ നിമിഷത്തിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ മതിൽ തകർത്ത് അകത്തേക്ക് കടക്കാൻ പറ്റും. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ പ്രൊട്ടക്ഷൻ മതില് തകർക്കാൻ ഇതുവരെയും യോങ്ജിക്ക് പറ്റിയിട്ടില്ല. സീമാബായി വരാൻ വേണ്ടി യോങ്ജി കാത്തു നിൽക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ എത്തിയത്. മാർക്ക് ഫെല്ലർ ആ മഴുവിനെ നേരിട്ട രീതി കണ്ടപ്പോ യോങ്ജി ശരിക്കും ഒന്ന് നടുങ്ങി. മാർക്ക് ശരിക്കും കൂളായിട്ടാണ് ആ ഡിവൈൻ വെപ്പണിന്റെ ശക്തിയെ മറികടന്നത്. അത് യോങ്ജിക്കും ഒരു വാണിംഗ് ആണ്. യോങ്ജി മാത്രമല്ല, ആ നോർത്തേൺ സൈഡിന്റെ ലീഡറും ആ കാഴ്ച കണ്ടു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തന്റെ കയ്യിൽ നിന്ന് ആ മഴു തെറിച്ചത് കണ്ടതും ശരിക്കും ഒന്ന് പതറി. അയാൾ നേരത്തെ മാർക്ക് ഫെല്ലറുമായി ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. അന്നത്തെ മാർക്കിനേക്കാൾ ഇന്നത്തെ മാർക്കിന് മാറ്റമുണ്ട്. മാർക്ക് കൂടുതൽ ശക്തനായിരിക്കുന്നു. അങ്ങനെ ഒരു തോന്നൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് ആ നിമിഷം തന്നെ ഉണ്ടായി. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പതറി നിൽക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്നോട് മത്സരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എനിക്ക് പറ്റിയ എതിരാളിയേ അല്ല. മാർക്ക് ഫെല്ലർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്കാർ വളരെ മുകളിലാണെന്ന് മാർക്കിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് ഒരു മടി. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പെട്ടെന്ന് മാർക്കിന് നോക്കി ഒന്ന് അലറി. ആ നിമിഷത്തിൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ വായിൽ നിന്ന് ഒരു ചെറിയ സീല് പുറത്തേക്ക് വന്നു. ഒരു മാന്ത്രിക സീലാണ്. പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ സീല് പെട്ടെന്നാണ് വളർന്ന് വലിയൊരു സീലായി മാറിയത്. മാന്ത്രിക സ്വല്ലികൾ ശരീരത്തിന്റെ പല ഭാഗത്തും പല രൂപത്തിലും ഒരു ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ വായ്ക്കകത്തുനിന്ന് ആ സീല് സൃഷ്ടിച്ച ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തന്റെ ഇരു കരങ്ങളും ആ സീലിന്റെ പുറകിലേക്ക് ഒന്ന് അമർത്തുമ്പോൾ ആ സീല് പതുക്കെ മൂവ് തുടങ്ങി. അത് മൂവ് ചെയ്യുന്നത് മാർക്കിന് നേരെയാണ്. ആ നിമിഷത്തിൽ ശക്തമായ പ്രഷറാണ് ആ സീല് സൃഷ്ടിക്കുന്നത്. ഈ സീലിന്റെ കലാപരിപാടി ഒരുപാട് മാർക്ക് കണ്ടിട്ടുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഒരു പ്രധാന ഐറ്റമാണ് ഈ സീൽ മെക്കാനിസം. ലിയാൻഡ്രെ മാർക്ക് നേരിട്ട സമയം മുതൽ മാർക്ക് അത് കാണുന്നതാണ്. ആ സീല് മാർക്കിനടുത്തേക്ക് വരുമ്പോഴും മാർക്ക് കൂളായി നിൽക്കുകയാണ്. ശരിക്കും മാർക്ക് ഇപ്പോഴും ആ രണ്ട് കൈ അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. നേരത്തെ ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ആ വെൺമഴുവിനെ തകർക്കാൻ വേണ്ടി വലത് കൈ ഒന്ന് ഉയർത്തിയ മാർക്ക് തിരിച്ച് ആ കൈ പഴയതുപോലെ വെച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ആ യുദ്ധമൊന്നും തന്നെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന ശൈലിയിലാണ് മാർക്കിന്റെ നിൽപ്പ്. മാർക്കിന്റെ ഇടതും വലതുമായി പൊരിഞ്ഞ് തല്ല് നടക്കുകയാണ്. മാന്ത്രിക സ്പെല്ലുകൾ ഉപയോഗിച്ച് ശരിക്കും ഒരു അൺബിലീവബിൾ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതിനിടയിലാണ് വളരെ കൂളായിട്ട് മാർക്ക് നിൽക്കുന്നത്. അങ്ങനെ കൂളായി നിൽക്കുന്ന മാർക്കിന് നേരെയാണ് ആ സീല് പാഞ്ഞു വന്നത്. സ്വാഭാവികമായിട്ടും യുദ്ധം നടക്കുന്നിടയിൽ തന്നെ യോങ്ജിയും ആ നോർത്തേൺ ലാൻഡ് ലീഡറും ആ സീല് കണ്ടു. നേരത്തെ അവർക്കെതിരെയും ഇതേ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ സീൽ ഉപയോഗിച്ചതാണ്. ആ സീലിനെ പ്രതിരോധിക്കാൻ അവർ ഒത്തിരി ബുദ്ധിമുട്ടിയതുമാണ്. മാർക്ക് ഫെല്ലർ ആ സീൽ എങ്ങനെ പ്രതിരോധിക്കുന്നത് കാണാൻ വേണ്ടി കൺകോണിലൂടെ അവർ രണ്ടുപേരും മാർക്കിനെ വീക്ഷിക്കുകയാണ്. മാർക്കിനടുത്തേക്ക് അതിശക്തമായി ആ സീല് പാഞ്ഞു വരുമ്പോൾ ശക്തമായൊരു പ്രഷർ മാർക്കിന് മുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ആ സീല് മാർക്കിന് അടുത്തെത്തിയതും പുറകിൽ കൈകെട്ടിരുന്ന മാർക്ക് വലത് കൈ ഒന്ന് ഉയർത്തി വളരെ സാവധാനം ഒരു തട്ട്. കൊച്ചുകുട്ടികളുടെ കവിളിൽ നമ്മളൊന്നും തട്ടൂല, അതേപോലെ മാർക്ക് ആ സീലിൽ നിന്ന് തട്ടുന്ന രംഗമാണ് യോങ്ജിയും ആ നോർത്തേൺ ലീഡറും കണ്ടത്. ഇവൻ എന്താ ചെയ്യുന്നത്? അങ്ങനെ അവർ ആലോചിക്കുമ്പോഴേക്കും ആ സീല് ഒരു ശബ്ദത്തോടുകൂടി പൊട്ടിച്ചു തെറിയും. ശരിക്കും ആ സീലിലേക്ക് മാർക്ക് കൊടുത്ത പവർ ആ സീലിനെ പൊട്ടിക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് അപ്പോഴാണ് യോങ്ജിക്കും ആ നോർത്തേൺ ലീഡറിനും മനസ്സിലായത്. അവർ രണ്ടുപേരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനവധി തവണയാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ആ സീലിന് മുന്നിൽ അവർ രണ്ടുപേരും അടിയറവ് പറഞ്ഞത്. അവർക്ക് തകർക്കാൻ പറ്റാത്ത സീലിനെ മാർക്കിത വളരെ കൂളായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ കാഴ്ച കണ്ട ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ശരിക്കും ഒന്ന് വിറച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി. അയാളിൽ നിന്ന് വളരെ വളരെ മുകളിലാണ് മാർക്ക് ഫെല്ലർ. അത് മനസ്സിലായതും അയാൾ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, നീ ശക്തനാണെന്ന് സ്വയം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് പിടിക്കുക. യുദ്ധം നടക്കുന്നതിനിടയിൽ കൊച്ചു പിള്ളേര് കള്ളനും പോലീസും കളിക്കുന്ന പോലെ ഒരു ഗെയിമിന് ഇവിടെ ഇതാ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തുടക്കം കുറിക്കുകയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ ഡയലോഗ് പറഞ്ഞിട്ട് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ മൗണ്ടൻ ഗേറ്റ് നേരെ ഒരൊറ്റ ഓട്ടം. മാർക്ക് പെട്ടെന്ന് ശരിക്കും ഒന്ന് സ്റ്റക്കായി നിന്ന് പോവുകയാണ്. മാർക്ക് യഥാർത്ഥത്തിൽ മൂവ് ചെയ്തിട്ടേ ഇല്ല. തന്നെ കളിയാക്കിക്കൊണ്ട് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ മൗണ്ടൻ ഗേറ്റ് നേരെ
ഓടിയതുപോലെ പെട്ടെന്ന് മാർക്കിന് തോന്നി. അങ്ങനെ തോന്നിയതും മാർക്ക് മുന്നോട്ട് കുതിച്ചു. മാർക്ക് ആ മൗണ്ടൻ ഗേറ്റിന് നേരെ കുതിക്കുമ്പോൾ പുറകെ നിന്ന് യോങ്ജി ഉറക്കെ വിളിച്ചു പറയുകയാണ്, മാർക്ക്, അവിടെ മൗണ്ടൻ ബാരിയർ ഉണ്ട്, അത് തകർക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ തകർക്കാം. അങ്ങനെ യോങ്ജി പറയുമ്പോഴേക്കും ഗേറ്റിന് മുന്നിലേക്ക് എത്തിയ മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കായി ആ ഗേറ്റ് തുറന്നിരുന്നു. മാർക്ക് ഓടിയെത്തുമ്പോഴേക്കും വീണ്ടും ഗേറ്റ് അടഞ്ഞിരുന്നു. ഒരു ഓട്ടോമാറ്റഡ് സംവിധാനമാണ് അവിടെ ഉള്ളത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾക്ക് വേണ്ടി മാത്രം തുറക്കപ്പെടുന്ന ആ ഗേറ്റിലേക്കാണ് മാർക്ക് ഫെല്ലർ ആഞ്ഞിടിച്ചത്. മാർക്കിന്റെ അതിശക്തമായ ഇടി ഒരു വൻ ശബ്ദമുണ്ടാക്കി. ആ എൻറ്റയർ യുദ്ധക്കളത്തിലെ ആളുകളും പെട്ടെന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ഗേറ്റിലേക്ക് അറിയാതെ നോക്കി പോവുകയാണ്. ആ നിമിഷത്തിൽ അവരെ കാണുന്ന കാഴ്ച തകർന്ന ഗേറ്റിലൂടെ മാർക്ക് ഫെല്ലർ അകത്തേക്ക് ഓടിക്കയറുന്നതാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് 2 ഘട്ടങ്ങളിലായി ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ആക്രമിച്ച യോങ്ജിക്ക് ഇതുവരെ കഴിയാതിരുന്നത് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് കടക്കാനാണ്. ഇത് മാർക്ക് എത്തി നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാർക്ക് ആ മൗണ്ടൻ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും പല സ്ഥലത്തായി ഒളിച്ചു നിന്നിരുന്ന സതേൺ മേഖലയിലെ യോദ്ധാക്കളും അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ഒക്കെ അതിവേഗം ആ യുദ്ധക്കളത്തിലേക്ക് ഓടിയിറങ്ങി. അവരെല്ലാവരും യോങ്ജിയുടെയും ടീമിന്റെയും ഭാഗമാവുകയാണ്. അവർക്ക് ഇപ്പോ കാര്യം ബോധ്യമായിരിക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ പരാജയപ്പെടാൻ പോവുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ വിഖ്യാതമായ ആ മൗണ്ടൻ ബാരിയർ ഇതാ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഹെവൻലി ക്ലൗഡ് സെക്ഷന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോ യോങ്ജിക്ക് ടീമിനൊപ്പം നിന്നാൽ അവര് കൂടി ആ യുദ്ധത്തിന്റെ ഭാഗമായെന്ന് എല്ലാവർക്കും ബോധ്യമാവും. അത് ഗുണം ചെയ്യും. ആ ഒരു തോന്നൽ ആ സൂപ്പർ ഫൈറ്റേഴ്സ് ഒക്കെ യോങ്ജിക്കും ടീമിനൊപ്പം കലരുമ്പോൾ യോങ്ജിയും ആ നോർത്തേൺ ലീഡറും ശരിക്കും വാ പൊളിച്ച ആ രംഗം കണ്ടത്. അവർ കുറെ ദിവസങ്ങളായിട്ട് ആ മതില് അല്ലെങ്കിൽ ആ ഗേറ്റും പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് നടന്നില്ല. അവരുടെ അതിശക്തമായ പഞ്ചുകൾക്കോ സ്പെല്ലുകൾക്കോ ആ ബാരിയറിനെ മറികടക്കാൻ പറ്റിയിരുന്നില്ല. ഇതാ മാർക്ക് നിഷ്പ്രയാസം ആ ബാരിയർ തകർത്തിരിക്കുകയാണ്. ശരിക്കും മാർക്ക് ആ ബാരിയറിന്റെ ഭാഗമായ ആ മൗണ്ടൻ ഗേറ്റിലേക്ക് ആഞ്ഞിടിക്കുമ്പോൾ ആ മൗണ്ടൻ ഗേറ്റ് ദുർബലമായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ യോങ്ജിയുടെയും കൂട്ടരുടെയും അതുപോലെ നോർത്തേൺ ലാൻഡുകാരുടെയും ആക്രമണത്തിൽ ആ ബാരിയറിന്റെ പവർ ഏതാണ്ട് നഷ്ടമായ സമയത്താണ് മാർക്ക് ഫെല്ലർ ആ മതിലിന്റെ ഭാഗമായ മൗണ്ടൻ ഗേറ്റിലേക്ക് ആഞ്ഞിടിക്കുന്നത്. കഥ അറിയാതെയാണ് മാർക്ക് ഇടിച്ചത്. പക്ഷേ ആ ഗേറ്റ് തകർന്നു. മാർക്ക് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ മാർക്കിന് അങ്ങ് ദൂരെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഓടിപ്പോകുന്നതാണ്. മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ ഫോളോ ചെയ്യാണ്. മാർക്ക് ഓടിയെത്തിയത് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ വളരെ ഉള്ളിലേക്കാണ്. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുമ്പോൾ മാർക്ക് അറിയാതെ വലതു ഭാഗത്തേക്ക് ഒന്ന് നോക്കിപ്പോയി. അവിടെയാണ് കൾട്ടിവേഷൻ മൗണ്ടൻ ഉള്ളത്. ആ കൾട്ടിവേഷൻ മൗണ്ടനിൽ സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ ഉണ്ട്. ഈ സംഭവ വികാസങ്ങളൊക്കെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുന്നിൽ അരങ്ങേറിയിട്ടും സെക്ഷൻ മാസ്റ്റർ ഇതുവരെയും സെക്ലൂഷനിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. മാർക്ക് ആ മലയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഓടിയ വഴിയെ അതിവേഗം കുതിച്ചു. മാർക്കിന്റെ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് നിമിഷ നേരം കൊണ്ടാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് ഒപ്പം എത്തിയത്. തന്റെ തൊട്ടുപുറകിൽ മാർക്കിനെ കണ്ട ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒന്ന് പാതറി. അയാൾ ഓടാൻ കഴിയാതെ അവിടെ അങ്ങനെ നിന്നതും മാർക്ക് അയാളുടെ മുന്നിലേക്ക് വന്നു. മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ചോദിച്ചു, ഏയ്, നിങ്ങളും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ എതിരിടുന്നത്? മാർക്ക്, നീ ആ നോർത്തേൺ ലാൻഡുകാർക്കൊപ്പം ചേർന്ന് ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പിന്നെ നിന്നെ എതിരിടണ്ടേ? ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞ വാചകത്തിൽ ചില ഭാഗം മാർക്കിന് ഒബ്ജക്ഷൻ ഉള്ളതാണ്. മാർക്ക് നോർത്തേൺ ലാൻഡുകാരുമായി ചേർന്നുള്ള ഭാഗം മാർക്കിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഏയ്, ഞാൻ നോർത്തേൺ ലാൻഡുകാരുമായിട്ടൊന്നും ചേർന്നിട്ടില്ല, ഞാൻ ആ ഫസ്റ്റ് എൽഡറെ കൊല്ലാൻ വന്നതാണ്. മാർക്ക്, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പോ നോർത്തേൺ ലാൻഡിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള നിന്നെ അവസാനിപ്പിക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, ഏയ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, നിങ്ങൾ എന്റെ എതിരാളിയേ അല്ല. നിങ്ങൾ എന്നോട് എതിർത്താൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് സ്വന്തം ജീവനാണ്. മാർക്കിന് ആ സാഹചര്യം അറിയാം. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഇനി മാർക്കിനോട് ഉടക്കിയാൽ മാർക്ക് ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ കൊല്ലും. ആ കാര്യം മാർക്കിന് തന്നെ ഉറപ്പാണ്. അത് കേട്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ പാത ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാർക്ക്, ഓരോ ആളിനും ഓരോ പാതയുണ്ട് മുന്നോട്ട് പോകാനായി. എന്റെ പാതയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ പാത 100% ശരിയായ ദിശയിലേക്കാണെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒരു തത്വജ്ഞാനിയുടെ ശൈലിയിൽ അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, ഇപ്പൊ നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ,
എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറില്ലെന്ന്. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മുന്നോട്ട് കുതിച്ച് മാർക്കിന് നേരെ ആഞ്ഞു ഇടിക്കുകയാണ്. അങ്ങനെ ഇടിക്കുമ്പോൾ അയാളുടെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ടായി. അയാൾക്ക് സെക്ഷൻ മാസ്റ്റർ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ശക്തമായ പ്രൊട്ടക്ഷൻ കവറാണ് അയാളുടെ ബോഡിക്ക് ചുറ്റുമുള്ളത്. ആ പ്രൊട്ടക്ഷൻ കവറിന്റെ സംരക്ഷണം ഇപ്പോ അയാൾക്ക് കൂടിയിട്ടുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്ത് നിൽക്കുന്ന ആളും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ പുറത്ത് നിൽക്കുന്ന ആളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അകത്ത് നിൽക്കുമ്പോൾ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ അതിനകത്തുള്ള ഏതൊരാൾക്കും ലഭിക്കും. ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടെയൊക്കെ ബോഡിയിൽ അതിനനുയോജ്യമായ ശൈലിയിൽ ഒരു പ്രത്യേക രക്ഷ സെക്ഷൻ മാസ്റ്റർ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ രക്ഷയുടെ പിൻബലത്തിൽ മാർക്കിനെ നേരിടാം എന്ന് കരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ മാർക്കിനെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്തേക്ക് വിളിച്ചു വരുത്തിയത്. ആ കാര്യം മാർക്കിന് അറിയത്തില്ല. ഹെവൻലി ക്ലൗഡ് സെക്ഷന് പുറത്തു വെച്ച് മാർക്കിനെ എതിരിട്ട ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു: പുറത്ത് മാർക്ക് അജയ്യനാണ്. അകത്ത് മാർക്കിനെ നിയന്ത്രിക്കാൻ അവിടെയുള്ള ആ ഫോർമേഷൻ സംവിധാനങ്ങൾക്ക് പറ്റും. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അതിശക്തമായി മാർക്കിനെ ഒന്ന് ആഞ്ഞിടിക്കുന്നത്. അങ്ങനെ അയാൾ ആഞ്ഞിടിക്കുമ്പോൾ അയാളുടെ ആ പഞ്ചിനും വല്ലാത്തൊരു പവർ ഉണ്ട്. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററുടെ ആ ഫോർമേഷന്റെ ശക്തി കൂടി ആ പഞ്ചിൽ കയറിയെന്ന് വ്യക്തം. തനിക്ക് നേരെ ആഞ്ഞിടിച്ച ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ കൗതുകത്തോടെ നോക്കിയ മാർക്ക് വലത് കൈ ഉയർത്തി ആ പഞ്ച് ഒന്ന് തടുത്തു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചാണ് യഥാർത്ഥത്തിൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തൊടുത്തത്. പക്ഷെ മാർക്ക് വലത് കൈ ഉയർത്തി ആ പഞ്ച് തടുത്തതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ശരിക്കും പുറകോട്ടങ്ങ് തെറിക്കുകയാണ്. മാർക്ക് കൈ വെറുതെ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. പക്ഷെ അതുണ്ടാക്കിയ ഒരു പ്രഷർ, അതിന്റെ ഫോഴ്സ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ പഞ്ചിനെ തകർത്തു എന്ന് മാത്രമല്ല, ആ കൈ തകരുകയും ചെയ്തു. അയാളുടെ കൈ ഒടിഞ്ഞു. ആ കൈ ഒടിഞ്ഞതിനൊപ്പം തന്നെ മാർക്കിന്റെ ആ ഫോഴ്സ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ നെഞ്ചിലേക്ക് ഇടിക്കുകയും ചെയ്തു. ആ ഫോഴ്സ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ നെഞ്ചിൽ ഇടിച്ചതും അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ കവറിങ്ങുകൾ മുഴുവൻ തകർന്നു. സെക്ഷൻ മാസ്റ്റർ അയാൾക്ക് നൽകിയിരുന്ന ആ പ്രൊട്ടക്ഷൻ തകർന്ന് തരിപ്പണമായി. തൽഫലമായി മാർക്ക് സൃഷ്ടിച്ച ആ ഫോഴ്സിന്റെ പവർ അയാളുടെ ബോഡിയിലേക്ക് ഇടിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ താഴേക്ക് തെറിച്ചു വീണ സ്ഥലത്തുനിന്ന് ശരിക്കും ദൂരേക്ക് തറയിലൂടെ അങ്ങനെ നിരങ്ങുകയാണ്. ഒരു വൻ ഫോഴ്സ് അയാളെ വലിച്ചുകൊണ്ട് പോയതുപോലെയാണ്. മാർക്ക് നടന്ന് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അടുത്തെത്തി. ഇപ്പോ ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. അയാളുടെ ബോഡിയിൽ പല ഭാഗത്തും പൊട്ടലുകൾ വീണിട്ടുണ്ട്. രക്തം വായിലൂടെയും ദേഹത്തിന്റെ പല ഭാഗത്തൂടെയും ഒലിച്ചിറങ്ങുകയാണ്. അയാൾ എത്ര ശ്രമിച്ചിട്ടും വായിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന ആ രക്തത്തെ തടുക്കാൻ പറ്റുന്നില്ല. അത് കണ്ടപ്പോ മാർക്കിന് ഒരു വിഷമം. മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ അടുത്ത് നടന്നെത്തിയതും അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്ര കടപിടുത്തം പിടിക്കുന്നത്? മാർക്ക്, നിനക്ക് അത് മനസ്സിലാകില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും പാത്തുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ഞാൻ എന്റെ പാത ശരിയായ ദിശയിലേക്കാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് അതിലൂടെ യാത്ര ചെയ്യുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുമ്പോഴും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒരു തത്വജ്ഞാനിയെ പോലെ സംസാരിക്കുകയാണ്. വളരെ കൗതുകത്തോടെ മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീയും യോങ്ജിയും ആ നോർത്തേൺ ലാൻഡുകാരും കൂടി ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് ഇരച്ചു കയറുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് മാർക്കിന് അങ്ങോട്ട് മനസ്സിലായില്ല. മാർക്ക് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മാർക്ക് ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തന്നെ നോക്കുമ്പോൾ അയാള് വീണ്ടും ചോര പുറത്തേക്ക് തുപ്പി. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ മുറിവ് പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രക്തം വായിലേക്ക് ഒഴുകിയെത്തുകയാണ്. തറയിലേക്ക് ചോര തുപ്പിയ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഫൗണ്ടേഷൻ ഞാൻ ഈ സതേൺ മേഖല മുഴുവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ആളുകളില്ലാത്തത്. മാർക്ക് ആ ഡയലോഗ് കേട്ടപ്പോൾ ശരിക്കും അമ്പരന്ന് പോവുകയാണ്. 10,000-ഓളം യോദ്ധാക്കളുള്ള ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ നല്ലൊരു ഭാഗത്തെ ശക്തരായ ആളുകളെ സതേൺ മേഖലയിലെ ചെറിയ ചെറിയ ടൗണുകളും വലിയ ടൗണുകളും ഒക്കെ സംരക്ഷിക്കാനായി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അയച്ചതുകൊണ്ടാണ് അവരുടെ ഈ ആസ്ഥാനം സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യത്തിന് ആളുകൾ ഇല്ലാതെ പോയത്. ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ മുഴുവൻ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ യോങ്ജിക്കോ ആ നോർത്തേൺ ലാൻഡുകാർക്കോ ഒരു കാരണവശാലും ഇത്രയും ദിവസം അവിടെ യുദ്ധം നടത്താൻ പോലും പറ്റുമായിരുന്നില്ല. അവർ യുദ്ധം നടത്താൻ തയ്യാറാകുമായിരുന്നില്ല എന്നാണ് സത്യം. മാർക്ക് അമ്പരപ്പോടെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ നോക്കിയിട്ട് പെട്ടെന്ന് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അടുത്ത് കുനിഞ്ഞ് അയാളെ എടുത്ത് ഒന്ന് ചരിച്ചിരുത്തി. നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്? മാർക്ക് അങ്ങനെ ചോദിച്ചതും മാർക്കിനെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയിട്ട് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു, മാർക്ക്, നീ നോർത്തേൺ ലാൻഡിന്റെ ആളാണ്. നിനക്ക് ഇവിടെ ജനിച്ചു വളർന്ന
ഞങ്ങളുടെ വികാരം മനസ്സിലാവില്ല. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ വാചകം പറഞ്ഞപ്പോഴാണ് അവിടേക്ക് ഡീസൺ ഓടിയെത്തിയത്. മാസ്റ്റർ, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറയുന്നത് ശരിയാണ്. ഡീസൺ അങ്ങനെ പറഞ്ഞതും മാർക്ക് എണീറ്റ് ഡീസണോട് ചോദിച്ചു, ഡീസൺ എന്തൊക്കെയായി കേൾക്കുന്നത്? മാസ്റ്റർ, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞത് 100% ശരിയാണ്. നോർത്തേൺ ലാൻഡുകാർ ഈ സദേൺ മേഖലയിൽ പല സ്ഥലത്തും ആക്രമണം നടത്തിയപ്പോൾ ആ ചെറു ടൗണുകളെയും വലിയ പട്ടണങ്ങളെയും സംരക്ഷിക്കാനായി ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോ ഞങ്ങൾ പെട്ടുപോയത്. ഡീസൺ പറഞ്ഞ ആ വാക്കുകൾക്ക് എന്ത് മറുപടി പറയണമെന്ന് മാർക്ക് ആലോചിക്കും. ഡീസൺ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും മാർക്ക് അറിയാതെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ നോക്കി പോവുകയാണ്. ഫസ്റ്റ് എൽഡറും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് എൽഡർ ആ നോർത്തേൺ ലാൻഡുകാരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടത്തിയ വ്യക്തിയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആണെങ്കിലോ നോർത്തേൺ ലാൻഡുകാരെ തടഞ്ഞു നിർത്താനായി ഏത് അളവ് വരെ പോകാനും തയ്യാറായി നിൽക്കുന്ന വ്യക്തിയുമാണ്. രണ്ടുപേരും വ്യത്യസ്തങ്ങളായ രണ്ട് ധ്രുവങ്ങളിലാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്നാണ് തൊട്ടു പുറകെന്ന് മാർക്ക് ഒരു ശബ്ദം കേട്ടത്. മാർക്ക്, അയാൾ പറഞ്ഞത് ശരിയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ സെക്ഷൻ മാസ്റ്ററെയാണ്. സെക്ഷൻ മാസ്റ്ററെ കണ്ടതും മാർക്ക് അറിയാതെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോവുകയാണ്. അത് കണ്ടതും സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പേടിക്കട്ട, ഞാനിത് ഡിവൈൻ സെൻസ് കൊണ്ട് സൃഷ്ടിച്ച എന്റെ രൂപം മാത്രമാണ്. അത് കേട്ട് മാർക്ക് സെക്ഷൻ മാസ്റ്റർ ചോദിച്ചു, സെക്ഷൻ മാസ്റ്റർ, ഇവിടെ ഈ യുദ്ധം നടക്കുമ്പോൾ താങ്കൾ എന്തിനാ ആ സെക്ലൂഷനിൽ ഇരിക്കുന്നത്? മാർക്ക് ഫെല്ലർ ആ ചോദ്യം ചോദിച്ചതും സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് സെക്ഷൻ മാസ്റ്റർ സമീപത്തുള്ള ഒരു മുറിക്ക് നേരെ നടക്കുകയാണ്. ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് സ്വന്തം രൂപത്തെ സൃഷ്ടിക്കാനുള്ള ആ സെക്ഷൻ മാസ്റ്ററുടെ കഴിവ് മാർക്ക് നേരത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഡിവൈൻ സിറ്റിക്ക് പുറത്തു വെച്ച് ഫസ്റ്റ് കൊല്ലാൻ മാർക്ക് ശ്രമിക്കുമ്പോൾ അവിടെ ഇതേ ശൈലിയിൽ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് രൂപമുണ്ടാക്കി ഈ സെക്ഷൻ മാസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സെക്ഷൻ മാസ്റ്ററുടെ ഈ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചുള്ള രൂപത്തെക്കാൾ ശക്തമാണ് സീമോബായി സൃഷ്ടിക്കുന്ന രൂപങ്ങൾ. സീമോബായി സൃഷ്ടിക്കുന്നത് ശരിക്കും ക്ലോണുകളാണ്. സീമോബായിയുടെ പവറുള്ള ശക്തനായ ഒരു ക്ലോണാണ് മാർക്കുമായി അന്ന് ഏറ്റുമുട്ടിയത്. മാർക്ക് ആ മൈറ്റി ലെവലിലേക്ക് കടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ എത്തിയത് സീമോബായിയുടെ അതിശക്തമായ ഒരു ക്ലോണാണ്. ആ ക്ലോണും ഈ ഡിവൈൻ സെൻസ് കൊണ്ടുള്ള രൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. പൈറോലായിരിക്കുമ്പോൾ ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ ആ ലീഡേഴ്സ് ശരിക്കും ഇതുപോലുള്ള രൂപങ്ങൾ സൃഷ്ടിച്ച് മാർക്കുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാർക്കിന്റെ മനസ്സിലേക്ക് ആ സെക്ഷൻ മാസ്റ്ററെ ഫോളോ ചെയ്ത് ആ മുറിയിലേക്ക് നടക്കുമ്പോൾ കടന്നു വരികയാണ്. മാർക്ക് ആ മുറിയിലേക്ക് കടന്ന് സെക്ഷൻ മാസ്റ്റർക്ക് എതിരെയുള്ള കസേരയിലിരുന്നു. മാർക്കിനെ ഒന്ന് സൂക്ഷ്മമായി വീക്ഷിച്ച സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ നോർത്തേൺ ലാൻഡുമായി എന്തിനാ സഹകരിക്കുന്നത്? സെക്ഷൻ മാസ്റ്റർ, ഞാൻ നോർത്തേൺ ലാൻഡുമായി സഹകരിച്ചതൊന്നുമില്ല. മാർക്ക്, ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. നിനക്ക് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ആ അഭിപ്രായ വ്യത്യാസം തൽക്കാലത്തേക്ക് ഒന്ന് മറന്നുകൂടെ? മാർക്ക് ഫെല്ലറോട് സെക്ഷൻ മാസ്റ്റർ അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് സെക്ഷൻ മാസ്റ്റർ ചോദിച്ചു, അല്ല, താങ്കൾ ഈ സെക്ഷന്റെ മാസ്റ്ററാണ്. ഈ സെക്ഷൻ ഇതുപോലെ ആക്രമിക്കപ്പെടുമ്പോൾ താങ്കൾ എന്തിനാ സെക്യൂഷനിൽ പോയിരിക്കുന്നത്? താങ്കളല്ലേ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? അത് കേട്ടതും സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഓരോ വ്യക്തിയുടെയും ലക്ഷ്യങ്ങളും ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയും വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് ഇപ്പൊ നിനക്ക് ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല. ആ വിഷയം നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഇപ്പോ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു സിംഗിൾ കാര്യമാണ്. തൽക്കാലം നീ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനോടുള്ള എതിർപ്പ് വേണ്ടെന്ന് വെക്കും. ഭൂമിയിൽ നിന്ന് ഈ ഹെവൻലി റീജിയനിൽ എത്തിയ ആ നിമിഷം മുതൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആളുകൾ മാർക്കിനെ ഓട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാർക്കിനെ സ്വസ്ഥമായി ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ മാർക്കിനെ ഫോളോ ചെയ്ത ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ താൻ മറക്കണമെന്നാണ് സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറയുന്നത്. മാർക്ക് ഒരു നിമിഷം നിശബ്ദനായിരുന്നു. മാർക്ക് മറുപടി പറയാതെ നിശബ്ദനായിരിക്കുന്ന കണ്ടതും സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് യുക്തമായ തീരുമാനമെടുക്കാം. അങ്ങനെ ആ സെക്ഷൻ മാസ്റ്റർ പറയുമ്പോഴേക്കും സെക്ഷൻ മാസ്റ്ററുടെ രൂപം പതുക്കെ പതുക്കെ അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ച് ഇല്ലാതായി. സെക്ഷൻ മാസ്റ്ററുടെ ആ രൂപം മറഞ്ഞു തീർന്നിട്ടും മാർക്ക് കസേരന്ന് എണീറ്റില്ല. മാർക്ക് ഏതാനും നിമിഷ നേരം ആ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നു പോവുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനെ തകർത്ത് തരിപ്പണമാക്കാനാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ അവിടേക്ക് വന്നത്. പക്ഷേ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് ആവശ്യപ്പെടുന്നത് അവരുമായി ഒന്നിച്ച് പ്രവർത്തിക്കാനാണ്. മാർക്കിന്റെ മനസ്സിനകത്ത് ശരിക്കും ഒരു ഉരസൽ ആരംഭിച്ചു. ഹെവൻലി ക്ലൗഡ് സെക്ഷനൊപ്പം നിന്ന് നോർത്തേൺ ലാൻഡിനെ എതിരിടുക എന്നുള്ളത് ഒരു ഭാഗം, നോർത്തേൺ ലാൻഡിനും യോങ്ജിക്കൊപ്പം ചേർന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ഇല്ലാതാക്കുക എന്നുള്ളത് മറ്റൊരു ഭാഗം.
ഇതിൽ ഏതിനോടൊപ്പം താൻ നിൽക്കണം? ആ ഒരു ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിൽ അലയടിക്കുന്നത്. അല്പനേരം ആ മുറിയിൽ നിശബ്ദനായിരുന്ന മാർക്ക് ഫെല്ലർ ആ മുറിയിൽ നിന്ന് എണീറ്റ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കിടക്കുന്ന ഭാഗത്തേക്ക് വന്നു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ അടുത്തെത്തിയ മാർക്ക് ഒന്ന് കൈ അനക്കിയതും ആ കയ്യിൽ ഒരു ഗുളിക പ്രത്യക്ഷപ്പെട്ടു. മാർക്ക് ആ ഗുളികയുമായി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അടുത്തേക്ക് കുനിഞ്ഞിട്ട് അത് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആ ഗുളിയിലേക്ക് നോക്കി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒരു അക്ഷരം പോലും ചോദിക്കാതെ ആ ഗുളികയും കഴിച്ചു. ശത്രുവാണ് മാർക്ക് ഫെല്ലർ. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് കൊടുത്ത ഗുളിക കഴിക്കാൻ അയാൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്നതാണ് സത്യം. ആ ഗുളിക കഴിച്ചതും ശരിക്കും അയാളുടെ ശരീരത്തിനകത്ത് പതുക്കെ പതുക്കെ ഒരു ഹീലിംഗ് ഇഫക്റ്റ് അനുഭവപ്പെടുകയാണ്. ഒരുപാട് ഇന്റേണൽ ഓർഗൻസ് ആണ് മാർക്ക് അയാളുടെ തടുത്തപ്പോൾ അയാളുടെ ഉള്ളിൽ തകർന്നത്. ആ തകർന്ന ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹീൽ ആകുന്ന പോലൊരു ഫീല് ഈ സമയത്ത് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് അനുഭവപ്പെടുകയാണ്. മാർക്ക് ഫെല്ലർ എണീറ്റ് ഡീസനോട് പറഞ്ഞു, ഡീസൻ, ഈ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് ആവശ്യമായ പരിചരണം നീ തന്നെ കൊടുക്കണം. അങ്ങനെ മാർക്ക് പറയുമ്പോഴാണ് മാർക്കും ഡീസനും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഒക്കെ ശരിക്കും ഞെട്ടുന്ന രീതിയിൽ ശബ്ദം പുറത്ത് കേൾക്കുന്നത്. യോങ്ജിയോട് എതിരിട്ടുകൊണ്ട് നിന്ന ആ 18 ഗോഡുകളാണ് അകത്തേക്ക് ഓടി വരുന്നത്. അവരുടെ കൂടെ ബാക്കിയുള്ള ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാരും ഉണ്ട്. ആ ഓട്ടം കാണുമ്പോൾ കാര്യം വ്യക്തമാണ്, അവരെല്ലാവരും തോറ്റോടുകയാണ്. മാർക്ക് ഫെല്ലർ ആ മൗണ്ടൻ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ ഒളിച്ചു നിന്നിരുന്ന മുഴുവൻ ആളുകളും യോങ്ജിക്കും ആ നോർത്തേൺ ലാൻഡിനും ഒപ്പം കൂടി. അത് പുറത്തെ ആ സമതുലത പൂർണ്ണമായും മാറ്റിമറിച്ചു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് യോങ്ജി ടീമും ഒരു അപ്പർ ഹാൻഡ് നേടുകയും ചെയ്തു. ശക്തമായ അറ്റാക്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ 18 ഗോഡുകളും അതോടൊപ്പം ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ശക്തരായ യോദ്ധാക്കളും അങ്ങനെയാണ് തിരിച്ചോടിയത്. ഓടി വരുന്ന ആ 18 ഗോഡുകളെ കാണുമ്പോൾ മാർക്കിനും ഡീസിനും ഒക്കെ കാര്യം മനസ്സിലാവും. അവന്മാരുടെ ദേഹത്തൂടി രക്തം പൊട്ടി ഒലിക്കുകയാണ്. ഒരുപാട് മുറിവുകൾ അവർക്ക് പറ്റിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള യോദ്ധാക്കളുടെ അവസ്ഥ. അകത്തേക്ക് ഓടി വന്ന ആ ഭടന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളും ഓടിയെത്തി. ആകാശത്തൂടെ അകത്തേക്ക് ഈ സമയത്ത് യോങ്ജിയും ആ നോർത്തേൺ ലാൻഡിന്റെ ലീഡറും എത്തി. ഓടിയെത്തി അവർ കാണുന്നത് മാർക്ക് ഫെല്ലർ ആ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ അടുത്ത് നിൽക്കുന്നതാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പരിക്കേറ്റ് വീണ് കിടക്കുകയാണെന്ന് ആ കാഴ്ച വിളിച്ചു പറയുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും യോങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനങ്ങ് തീർക്ക്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തീർക്കാനാണ് യോങ്ജി വിളിച്ചു പറഞ്ഞത്. അതിന് മാർക്ക് മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ടതും നോർത്തേൺ ലാൻഡിന്റെ ലീഡർ ഉറക്കെ യോങ്ജിയോടായി പറഞ്ഞു, യോങ്ജി, മാർക്കിന് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പോലുള്ള ഒരാളെ ഉപദ്രവിക്കാൻ മാർക്കിന്റെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ടാണ് മാർക്ക് അയാളെ കൊല്ലാത്തതെന്ന് ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ആ നോർത്തേൺ ലീഡർക്ക് മനസ്സിലായി. അയാൾ പെട്ടെന്ന് തറയിലേക്ക് ചാടി വീണിട്ട് അതിവേഗം പാഞ്ഞു വരികയാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒറ്റയിടിക്ക് അവസാനിപ്പിക്കാനുള്ള ഒരു കരുത്ത് അയാൾക്കുണ്ട്. ഓടിയെത്തി അയാൾ കൈ നിവർത്തി ഒരൊറ്റ ഇടി. പക്ഷെ ആ ഇടി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ ബോഡി പതിക്കുന്നതിന് തൊട്ടു മുന്നേ മാർക്ക് ഫെല്ലർ അയാളുടെ കയ്യിലേക്ക് പിടിച്ചു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാർക്ക് ആ കയ്യിലേക്ക് പിടിച്ചത്. ഏയ് മാർക്ക്, എന്താ ഇത്? തന്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നിടയിൽ ആ നോർത്തേൺ ലീഡർ അങ്ങനെ ചോദിച്ചതും മാർക്ക് അയാളെ കൈ പിടിച്ച് കറക്കി ഒരൊറ്റ കയറി. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്തുനിന്ന് മാർക്ക് അയാളെ വലിച്ചെറിഞ്ഞതും അയാൾ ചെന്ന് ഒരു പാറക്കൂട്ടത്തിലാണ് വീണത്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്ത് തന്നെയുള്ള പാറകളാണ്. വളരെ മനോഹരമായിട്ട് ഒരു കുഞ്ഞു മല അവിടെ പാറകൾ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാറയിൽ ഇടിച്ച് അയാൾ വീണതും അയാളുടെ പുറത്തുകൂടി ബാക്കിയുള്ള പാറ കഷ്ണങ്ങൾ കൂടി ഒന്ന് വീഴുകയാണ്. ഈ രംഗം കണ്ട യോങ്ജിയും നോർത്തേൺ ലാൻഡിനൊപ്പം ഓടി വന്ന ആളുകളും യോങ്ജിയുടെ ആ വളർത്തു മക്കളും ഒക്കെ ശരിക്കും അമ്പരം നിൽക്കുകയാണ്. അതിനേക്കാൾ ഏറെ നടുങ്ങിയത് അവസാന നിമിഷം ഹെവൻലി ക്ലൗഡ് സെക്ഷനെതിരെ തിരിഞ്ഞ നാട്ടുപ്രമാണിമാരാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ സദേൺ മേഖലയിലെ ഏറ്റവും ശക്തമായ ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനെതിരെ അവർ തിരിഞ്ഞത് മാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഹെവൻലി ക്ലൗഡ് സെക്ഷനെതിരെ നിൽക്കുന്ന കണ്ടതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഇതാ മാർക്ക് ഫെല്ലർ ആ നോർത്തേൺ ലാൻഡിന്റെ ആളെ വലിച്ചെറിയുകയാണ്. ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു പരുവത്തിൽ ആ തെറിച്ചു വീണ ആള് എണീക്കുമ്പോൾ യോങ്ജി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ നീ കാണിക്കുന്നത്? അത് കേട്ടതും മാർക്ക് യോങ്ജിക്ക് നേരെ തിരിഞ്ഞ് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറക്കെ യോങ്ജിയോടായി പറഞ്ഞു, മിസ്റ്റർ യോങ്ജി, ഈ നിമിഷത്തിൽ നിങ്ങൾ ഇവിടം വിടണം. മാർക്കിന്റെ ആ ശബ്ദം ഒരു വല്ലാത്ത മുഴക്കത്തോടു കൂടിയാണ് ആ ഭാഗത്ത് ഉയർന്നു കേട്ടത്. തകർന്നു വീണ പാറകൾക്കിടയിൽ നിന്ന് എണീക്കുന്ന ആ നോർത്തേൺ ലീഡറും മാർക്ക് പറഞ്ഞ ആ വാക്കുകൾ കേട്ടു. അയാൾ മാത്രമല്ല, അവസാനം ആ യുദ്ധത്തിന്റെ ഭാഗമായ ആളുകളൊക്കെ കേട്ടു. ശരിക്കും അവരാണ് ആദ്യം കേൾക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് ഒരു കൺഫ്യൂഷൻ
ആ നോർത്തേൺ ലീഡർ തെറിച്ചു വീണ ആ നിമിഷം മുതലുണ്ട്. ഹേയ് മാർക്ക്, നീ എന്തായി പറയുന്നത്? ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അവസാനിപ്പിക്കാനല്ലേ ഞങ്ങൾ ഇത്രയും ദിവസം യുദ്ധം ചെയ്തത്? അത് കേട്ടതും മാർക്ക് യോങ്ചിയോട് പറഞ്ഞു, യോങ്ചി, ഇപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. യോങ്ചിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല മാർക്ക് പറഞ്ഞത്. പക്ഷെ മാർക്ക് പറഞ്ഞ ഉത്തരത്തിൽ എല്ലാം ഉണ്ട്. യോങ്ചിയോട് മാർക്ക് എങ്ങനെ പറഞ്ഞതും യോങ്ചി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ മൈറ്റി ലെവലിലേക്ക് കടന്നു എന്ന് കരുതി അതിശക്തനായി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ യോങ്ചിയോട് പറഞ്ഞു, യോങ്ചി, എന്നാൽ നമുക്ക് ഇപ്പോ ഇവിടെ ഒരു കൈ നോക്കാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും യോങ്ചിക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. മാർക്ക് ഫെല്ലറെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുന്നിൽ നിന്ന് നേരത്തെ ഒരു തവണ ഈ യോങ്ചി തന്നെയാണ് രക്ഷിച്ചത്. ആ മാർക്ക് ഫെല്ലർ ഇതാ യോങ്ചിക്കെതിരെ അതേ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുന്നിൽ വെച്ച് ഈ ഡയലോഗ് പറയുമ്പോൾ അതെങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക? യോങ്ചി ശരിക്കും ദേഷ്യത്തോടെ ഒന്ന് അലറി, മാർക്ക്, നീ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ യോങ്ചി അലറിയതും മാർക്കിന്റെ ബോഡി ഒന്ന് കുടഞ്ഞു. ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റുമായി സ്പിരിച്വൽ എനർജി പതുക്കെ പതുക്കെ റിലീസ് ചെയ്യപ്പെടുകയാണ്. മാർക്കിന്റെ ഓറ വൻതോതിൽ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൻ പ്രഷർ സകലർക്കും അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷർ അനുഭവപ്പെട്ടതും യോങ്ചിക്ക് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു. വളരെ വളരെ ജൂനിയറായ ഒരു കഥാപാത്രമാണ് മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലർ പറയുന്നത് കേട്ട് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ നിന്ന് പിന്മാറിയാൽ അയാളുടെ സകല വിലയും പോകും. പക്ഷെ മാർക്കിന്റെ ആ ഓറ വിലയിരുത്തിയ യോങ്ചിയുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. തനിക്ക് മാർക്കിനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന സംശയമാണ് ഇപ്പൊ അയാളുടെ ഉള്ളിലുള്ളത്. ആ നിമിഷത്തിലാണ് അവിടെ ഒരു ശാന്തമായ ശബ്ദം എല്ലാവരും കേൾക്കുന്നത്. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കാവൂ. ശബ്ദം കേട്ട് എല്ലാ ആളുകളും ആ ശബ്ദ സോഴ്സിലേക്ക് നോക്കുമ്പോൾ അവിടേക്ക് നടന്നു വരുന്നത് ഒരു സന്യാസിയാണ്. ആ സന്യാസിയെ കണ്ടതും മാർക്ക് കൗതുകത്തോടെ അയാൾ നോക്കിപ്പോയി. മാർക്ക് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടി ഓടി നടക്കുന്ന സമയത്ത് ഒരു തവണ ഈ സന്യാസിയുള്ള ആശ്രമത്തിലേക്ക് ഓടിക്കയറിയിരുന്നു. അന്ന് മാർക്കിന് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുത്ത ആ സന്യാസി മാർക്കിനെ അനുഗ്രഹിച്ചാ വിട്ടത്. ആ സന്യാസിയാണ് ഇപ്പോൾ അവിടേക്ക് വരുന്നത്. ആ സന്യാസിയെ കുറിച്ചുള്ള വിവരങ്ങൾ മാർക്ക് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ലൈബ്രറിക്കുള്ളിൽ നിന്ന് വായിച്ചിട്ടുമുണ്ട്. ഈ സഥേൻ മേഖലയിൽ 3 ജീനിയസുകളും 3 വട്ടന്മാരും ഒരു ലെജൻഡും ഉണ്ടെന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു. ആ 3 ജീനിയസിൽ ഒരാൾ ഇത് അവർക്ക് മുന്നിലേക്ക് നടന്നു വരുന്ന ആ സന്യാസിയാണ്. അതുകൊണ്ട് തന്നെ ആ സന്യാസി കണ്ടപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പും അതിശയവും മാർക്കിനുണ്ട്. സന്യാസി അവിടെ മുന്നിലേക്ക് വന്നിട്ട് യോങ്ചിയോടും മാർക്കിനോടും ബാക്കിയുള്ള ആളുകളോടായി പറഞ്ഞു, നോക്ക്, നിങ്ങൾ തമ്മിലടിക്കേണ്ട സമയം ഇതല്ല. തൽക്കാലം നിങ്ങൾക്ക് പിരിഞ്ഞൂടെ? നിങ്ങളുടെ ഈ തമ്മിലടി തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായില്ലേ? ഒരുപാട് പാവങ്ങൾക്ക് നിങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടായി. അത് അവസാനിപ്പിച്ചൂടെ? 2 ഭാഗവും തമ്മിലുള്ള വഴക്കിന് ഒത്തുതീർപ്പിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആ സന്യാസി നടത്തുന്നത്. അത് തന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയ യോങ്ചി ആ സന്യാസിയോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്മാറാം. അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല, യോങ്ചി പെട്ടെന്ന് അയാളുടെ ആ വളർത്തു മക്കളുമായി അവിടുന്ന് അതിവേഗം മൂവ് ചെയ്യുകയും ചെയ്തു. ആരെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കാത്തു നിന്നതുപോലെയാണ് യോങ്ചിയുടെ ആ ഇടപെടൽ. പെട്ടെന്നാണ് യോങ്ചിയും അയാളുടെ ആ എറ്റേണൽ സിറ്റിയിലെ ആളുകളൊക്കെ അവിടുന്ന് പിന്മാറുന്നത്. അവർ പിന്മാറുന്ന കണ്ടതും നോർത്തേൺ ലാൻഡിന്റെ ആ ലീഡർ, പാറയുടെ ഇടന്ന് എണീറ്റ് നിൽക്കുന്ന ലീഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, യോങ്ചിയും കൂട്ടരും പിന്മാറിയ സ്ഥിതിക്ക് ഞാനും നിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പിന്മാറാൻ പോയതും മാർക്ക് അയാളോട് ചോദിച്ചു, നിങ്ങളോട് പോകാൻ ആരാ പറഞ്ഞത്? മാർക്ക്, നീ എന്താ പറഞ്ഞു വരുന്നത്? അയാൾ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും മാർക്ക് അയാളുടെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞു. ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഫെല്ലർ കണ്ണടച്ച് തുറക്കും മുമ്പേ അയാളുടെ തൊട്ടുമുന്നിൽ എത്തുകയായിരുന്നു. തന്റെ തൊട്ടുമുന്നിൽ മാർക്ക് എത്തിയത് കണ്ടതും ആ നോർത്തേൺ ലീഡർ ശരിക്കും ഒന്ന് പാതറി. അയാള് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ നീ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും മാർക്ക് കൈ നിവർത്തി ഇടിച്ചുകൊണ്ടാണ് മാർക്ക് അയാളോട് പറഞ്ഞത്, നോർത്തേൺ ലാൻഡുകാരെ കണ്ടാൽ അപ്പോ തല്ലിക്കൊല്ലണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. മാർക്ക് ആ ഡയലോഗ് പൂർത്തീകരിക്കുമ്പോഴേക്കും മാർക്കിന്റെ കൈ അയാളുടെ നെഞ്ചിൽ ആഞ്ഞ് പതിച്ചു കഴിഞ്ഞു. മാർക്കിന്റെ ഇടിയേറ്റ് അയാളുടെ നെഞ്ചും കൂട് മാത്രമല്ല ബാക്കി ഭാഗമൊക്കെ ചിതറി. പക്ഷെ ആ നിമിഷത്തിൽ അയാളുടെ ബാക്കി ബോഡി ഒരു കറുത്ത പുകയായി മാറി അന്തരീക്ഷത്തിലേക്ക് അങ്ങ് ഉയർന്നു പൊങ്ങി. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ ആ രൂപം മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ എന്റെ ബോഡിയാണ് നശിപ്പിച്ചത്. നിനക്ക് ഞാൻ എന്നും എതിരാളിയായിരിക്കും.
അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രൂപം അപ്രത്യക്ഷമാവുകയാണ്. ആ ലീഡർ അപ്രത്യക്ഷമായതും നോർത്തേൺ ലാൻഡിൽ നിന്ന് അവിടെ ആ ഫൈറ്റിനായി എത്തിയ ബാക്കി യോദ്ധാക്കളാണ് ശരിക്കും പെട്ടുപോയത്. അവന്മാർക്ക് അതുപോലെ ബോഡി ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള ടെക്നിക്കൊന്നും അറിയില്ല. പെട്ടുപോയ ആ നോർത്തേൺ ലാൻഡുകാരെ കണ്ടതും ഹെവൻലി ക്ലൗഡ് സെക്ഷനെതിരെ ആക്രമണം നടത്തിയ അവസാനം യോങ്ജിക്ക് ഒപ്പം ചേർന്ന ടീമംഗങ്ങൾ അങ്ങ് വളയുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെയും മാർക്ക്ഫെല്ലിന്റെയും മുന്നിൽ നല്ല പിള്ളകളാകാൻ കിട്ടിയ ഒരു അവസരമായിട്ട് അവരതിനെടുത്തു. ആ യോദ്ധാക്കൾ അതിവേഗം ആ നോർത്തേൺ ലാൻഡുകാരെ വളഞ്ഞിട്ട് ആക്രമണം തുടങ്ങി. ശരിക്കും ഒരു കൂട്ടക്കുരുതി അവിടെ അങ്ങനെ നടക്കുമ്പോൾ ഫസ്റ്റ് എൽഡർ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഏയ് മാർക്ക്ഫെല്ലർ, നീ എന്താ താമസിച്ചത്? നീ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടില്ലായിരുന്നല്ലോ. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾ കൊല്ലപ്പെടാനുള്ള കാരണം മാർക്ക് താമസിച്ചതാണ്. ഫസ്റ്റ് എൽഡർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് എൽഡർ പറഞ്ഞത്. പക്ഷെ അത് കേട്ടതും മാർക്കിന് ശരിക്കും ദേഷ്യം ഇരച്ചു കയറി. മാർക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഫസ്റ്റ് എൽഡറെ മുന്നിലെത്തിയെന്ന് മാത്രമല്ല, ഫസ്റ്റ് എൽഡറെ കവള് നോക്കി ഒരു അടിയാടി. അടിയേറ്റ് ഫസ്റ്റ് എൽഡർ കറങ്ങി താഴെ വീണു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മാർക്കിന്റെ ആ തല്ല്. അടിയേറ്റ് താഴെ വീണ ഫസ്റ്റ് എൽഡർ വായിലൂടെ ചോര പുറത്തേക്കിന് ഒലിച്ചിറങ്ങുകയാണ്. മാർക്കിന്റെ അടിയേറ്റ് അയാളുടെ പല്ലെല്ലാം ഇളകിയിട്ടുണ്ട്. മുഖം ഏതാണ്ട് വികൃതമായിട്ടുണ്ട്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഡീസനും ആ 18 ഗോഡുകളും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ അനവധി എൽഡേഴ്സും ഒക്കെ ഇപ്പോ സ്ഥലത്തുണ്ട്. സകല ആളുകളും നോക്കി നിൽക്കുമ്പോഴാണ് മാർക്ക്ഫെല്ലർ ഫസ്റ്റ് എൽഡറെ അടിച്ചു വീഴ്ത്തിയത്. ഫസ്റ്റ് എൽഡർ പെട്ടെന്ന് എല്ലാവരും നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ഏയ് നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? എന്താരും പ്രതികരിക്കാത്തത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ഭാഗത്തേക്ക് തല തിരിക്കുന്ന രംഗം കണ്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയാളുടെ കണ്ണ് ഇറുക്കിയങ്ങ് അടച്ചു. ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ നേരെ തിരിയപ്പോൾ സെക്ഷൻ മാസ്റ്റർ കണ്ണടച്ച് കിടക്കുകയാണ്. അയാള് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ സഹായം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഫസ്റ്റ് എൽഡർ അടുത്തതായി നോക്കിയത് സാക്ഷാൽ ഡീസനെയാണ്. ഡീസനോടായി ഫസ്റ്റ് എൽഡർ പറഞ്ഞു, ഏയ് ഡീസൻ, നിന്റെ മാസ്റ്ററല്ലേ മാർക്കോട് എന്നെ ഒന്ന് ചെയ്യേണ്ടതെന്ന് പറ. ഫസ്റ്റ് എൽഡർ പറഞ്ഞത് കേട്ടതും ഡീസൻ വാ തുറക്കാൻ ഒരു ശ്രമം നടത്തുന്ന ആ നിമിഷത്തിലാണ് മാർക്ക്ഫെല്ലർ ഉറക്കെ പറഞ്ഞത്, ഈ ഫസ്റ്റ് എൽഡറെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വാ തുറന്നാൽ ആ ആളെയും ഞാൻ കൊല്ലും. അത് കേട്ടതും ഡീസൻ വാങ്ങടച്ചു. ഡീസൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും 2 സ്റ്റെപ്പ് അറിയാതെ പുറകോട്ട് മാറിപ്പോവുകയാണ്. തന്നെ ആരും സഹായിക്കില്ല എന്ന് മനസ്സിലായതും ഫസ്റ്റ് എൽഡർ ഒരു പരുവത്തിൽ എണീറ്റു. അയാളുടെ വായിക്കുടി ചോര അപ്പോഴും ഒലിക്കുന്നുണ്ട്. എണീറ്റ ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ എന്നെ ഇവിടെ ഇട്ട് തല്ലിയല്ലേ? മാർക്ക്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടത് കൈ ഒന്ന് ഉയർത്തിയ ഫസ്റ്റ് എൽഡറുടെ കയ്യിൽ ഒരു മണി ഇരിക്കുകയാണ്, ഒരു ബെല്ല്. ആ ബെല്ല് കണ്ട സകല ആളുകളും ആ ബെല്ലേക്ക് നോക്കുമ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കണ്ണു തുറന്നു എന്ന് മാത്രമല്ല, ഒരു പരുവത്തിൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ എണീറ്റ് ഇരിക്കുകയും ചെയ്തു. അയാൾ ഫസ്റ്റ് എൽഡറോട് ചോദിച്ചു, ഏയ് ഫസ്റ്റ് എൽഡർ, ഈ ബെല്ല് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്ന? ഞങ്ങള് ഈ ബെല്ലിന് വേണ്ടി ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മുഴുവൻ തിരക്കിയതാണ്. ഇത്രയും ശക്തമായ യുദ്ധം നടക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ സംരക്ഷിക്കാൻ ഈ ബെല്ലിന് കഴിയുമായിരുന്നു. ആ ബെല്ല് കാണാതെ ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ ബെല്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ? ശരിക്കും ചതിയനാ നിങ്ങൾ. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അത് പറഞ്ഞതും ആ 18 ഗോൾഡുകൾ പോലും അറിയാതെ പറഞ്ഞു പോവുകയാണ്. അതേ ചതിയൻ. എൽഡേഴ്സ് ഒക്കെ ഉറക്കെ പറഞ്ഞു, ശരിക്കും ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ചതിക്കുകയാണ്. ഇതുപോലെ ചതിരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരുപാട് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന ഫൈറ്റിൽ കൊല്ലപ്പെട്ടത്. ആ മരണം ഒഴിവാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ആ ബെല്ല് ആക്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ. ആ ബെല്ല് ആക്ടിവേറ്റ് ചെയ്യാതെ അതും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഇത്രയും ദിവസം നടന്ന ഫസ്റ്റ് എൽഡർ ശരിക്കും ഹെവൻലി ക്ലൗഡ് സെക്ഷനെ വല്ലാതെ ചതിച്ചിരിക്കുകയാണ്. ആളുകൾ അങ്ങനെ പറഞ്ഞതും ഫസ്റ്റ് എൽഡർ ശരിക്കും വിളറി. സകല എൽഡേഴ്സും സ്റ്റുഡൻസും ഫൈറ്റേഴ്സും ഒക്കെ ഒരുപോലെ ഫസ്റ്റ് എൽഡർ നോക്കി അലറുകയാണ്, ചതിയൻ ചതിയൻ, കള്ളൻ, ചതിയൻ ചതിയൻ. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞതും ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കാരണമാണ് നീ എന്തൊക്കെ കേട്ടത്? മാർക്ക്, നിന്നെ ഞാൻ തീർക്കൂടാ. അങ്ങനെ പറഞ്ഞ് അയാൾ ആ ബെല്ല് ഒന്ന് ഉയർത്തിപ്പിടിച്ചതും ആ ബെല്ലിൽ നിന്ന് ശരിക്കും ഒരു പ്രകാശം ചുറ്റും വ്യാപിക്കുകയാണ്. അതിശക്തമായി ഒരു പ്രഷർ ചെലുത്തുന്ന ഒരു പ്രകാശം, ഒരു ഓറ പതുക്കെ ഇങ്ങനെ വ്യാപിച്ചു വരികയാണ്. ആ ഓറ അങ്ങനെ വ്യാപിച്ചതും അയാൾ ആ ബെല്ല് മാർക്കിന് നേരെ പിടിച്ചു. ആ ഓറയ്ക്ക് ഇപ്പോൾ ഒരു ഡയറക്ഷൻ ആയിരിക്കുകയാണ്. മാർക്കിനെ ലക്ഷ്യമിട്ടാണ് ആ ഓറ വരുന്നത്. അതിവേഗത്തിലാണ് ആ ഓറ വരുന്നത്. അത് കണ്ടതും മാർക്ക്ഫെല്ലർ അയാളോട് പറഞ്ഞു, ഈ ബെല്ലൊക്കെ കാണിച്ചാണോ നീ എന്നെ വിരട്ടാൻ പോകുന്നത്? അങ്ങനെ ചോദിച്ച മാർക്ക്
തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ഓറയിൽ പതുക്കെ ഒന്ന് തലോടിയെന്ന് പറയാം. ശരിക്കും മാർക്ക് ഒന്ന് കൈവീശിയതും ഒരു കാറ്റ് ആ ഓറയെ അപ്പടി എടുത്തങ്ങ് മാറ്റുകയാണ്. ആ ഓറ എങ്ങോട്ട് പോയെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ശക്തമായ ഒരു കാറ്റ് മാർക്കിനും ആ ഫസ്റ്റ് എൽഡർക്കും ഇടയിലൂടെ ഉണ്ടായി. ഇപ്പോ വാ പൊളിച്ചു പോയത് ഫസ്റ്റ് എൽഡറാണ്. അയാളുടെ കയ്യിൽ അതിശക്തമായ ഡിവൈൻ വെപ്പണാണ് ഇരിക്കുന്നത്. ശരിക്കും ആ വെപ്പൺ ഒരു ഓയിൽ ലെവൽ വെപ്പണാണ്, റിട്ടേൺ ടു ഓയിൽ ലെവൽ വെപ്പൺ. ആ വെപ്പണിന്റെ പവറിനെയാണ് മാർക്ക് ഫെല്ലർ വെറുതെ കൈയൊന്ന് വീശി തകർത്തിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഫസ്റ്റ് എൽഡർ അമ്പരന്ന് തന്റെ മുന്നിൽ കാണുന്ന മാർക്കിലേക്ക് അങ്ങനെ കണ്ണുപിടിച്ച് നോക്കുമ്പോഴേക്കും മാർക്ക് അയാളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് അയാളുടെ കയ്യിൽ നിന്ന് ആ ബെല്ലിങ് പിടിച്ചെടുക്കുകയും ചെയ്തു. തന്റെ കയ്യിൽ നിന്ന് ബെല്ല് പോയപ്പോഴാണ് ശരിക്കും ഫസ്റ്റ് എൽഡർക്ക് ബോധം വന്നത്. എന്റെ ബെല്ല് അങ്ങനെ അയാൾ ചോദിച്ചപ്പോൾ മാർക്ക് ആ ബെല്ല് മാർക്കിന്റെ പോക്കറ്റിലോട്ട് ഇട്ടു. മാർക്ക് ആ ബെല്ല് പോക്കറ്റിലേക്ക് ഇടുന്ന കണ്ടതും ഫസ്റ്റ് എൽഡറുടെ സകല ധൈര്യവും അവിടെ അവസാനിച്ചു. ഫസ്റ്റ് എൽഡർ പെട്ടെന്ന് ഒരു ശബ്ദത്തോടുകൂടി മുട്ടിടിച്ച് താഴേക്ക് വീണു. അയാൾ രണ്ട് മുട്ടും തറയിൽ കുത്തി അയാൾ രണ്ട് കൈയും കൊണ്ട് മാർക്കിനെ തൊഴുതു. മാർക്ക്, എന്നെ കൊല്ലരുത്, പ്ലീസ് എന്നെ കൊല്ലരുത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ സെക്ഷൻ മാസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ആള് ഫസ്റ്റ് എൽഡറാണ്. ഒരുപാട് ആളുകളെ കൊന്നിട്ടുള്ള, ശരിക്കും എല്ലാവരും പേടിയോട് മാത്രം കണ്ടിരുന്ന ആ ഫസ്റ്റ് എൽഡർ ഇതാ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് മുട്ടുകുത്തി നിന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ്. മാർക്ക്, പ്ലീസ് എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. അയാളുടെ ദയനീയമായ കരച്ചിൽ അവിടെയുള്ള ആ ആളുകളൊക്കെ വല്ലാത്തൊരു ഭാവത്തോടാണ് കാണുന്നത്. അവരാരും സ്വപ്നത്തിൽ പോലും ഇത്തരം ഒരു രംഗം വിഷ്വലൈസ് ചെയ്തിട്ടില്ല. ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ഫസ്റ്റ് എൽഡർ ഇതുപോലെ മുട്ടുകുത്തി മാപ്പപേക്ഷിക്കുന്ന ഒരു ദിവസം, അത് എങ്ങനെയാ ഒരു സ്വപ്നം കാണുക? സകലരും അമ്പരം നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ കൈ ഉയർത്തൊരൊറ്റയാടി. ആ നിമിഷത്തിൽ ഫസ്റ്റ് എൽഡറുടെ തല തകർന്ന തരിപ്പണമായി. ആ അടിയിൽ അയാളുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് വരെ നഷ്ടമാവുകയാണ്. അതും തകർന്നുപോയി. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു അടിയാണ് മാർക്ക് അയാൾക്ക് കൊടുത്തത്. മാർക്കിന്റെ ഹൃദയത്തിന്റെ ഭാഗമായിരുന്ന ഒരു സുഹൃത്തായിരുന്നു ഷെനിയാനിക്. മാർക്കിനൊപ്പം ഭൂമിയിൽ നിന്ന് ഈ ഹെവൻലി റീജിയനിലേക്ക് വന്ന ഷെനിയാനിക്കിന് മാർക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കാനേ മാർക്കിന് പറ്റിയില്ല. അതിന്റെ കാരണം ഈ ഫസ്റ്റ് എൽഡറാണ്. തികച്ചും ഏകപക്ഷീയമായ ഒരു ഇടപെടലിലൂടെയാണ് ഫസ്റ്റ് എൽഡർ ഷെനിയാനിക്കിനെ വകവരുത്തിയത്. ആ കാര്യങ്ങളൊക്കെ മാർക്കിന് അറിയാം. ഷെനിയാനിക്കിനെ കൊന്ന വിവരം അറിഞ്ഞപ്പോഴേ പകരം ചോദിക്കുമെന്ന് മാർക്ക് മനസ്സിൽ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഷെനിയാനിക്കിനെ കൊന്ന ഫസ്റ്റ് എൽഡറെ ഒറ്റയടിക്ക് തീർക്കാൻ മാർക്കിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അയാളുടെ മാപ്പപേക്ഷയൊന്നും മാർക്കിനെ സ്പർശിച്ചതേ ഇല്ല എന്നർത്ഥം. ഇപ്പോ ആ എൻ്റെ സദസ്സും നിശ്ചലമാണ്. ഈ സമയത്ത് പുറത്ത് ആ നോർത്തേൺ ലാൻഡുകാർ മുഴുവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. യോങ്ജിക്കൊപ്പം അവിടെ എത്തി ആ അറ്റാക്കിൽ പങ്കെടുത്ത മുഴുവൻ നോർത്തേൺ ലാൻഡുകാരെയും കൊന്ന പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ ആ കാഴ്ച കാണാം. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ഫസ്റ്റ് എൽഡർ തല ചിതറി മരിച്ചു കിടക്കുന്ന കാഴ്ച. അത് ചെയ്തത് മാർക്ക് ഫെല്ലർ ആണെന്നും അവർക്കറിയാം. ആ കാഴ്ച ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത വോയിസ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർക്കാണ്. ആ യാഥാർത്ഥ്യം അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കും അറിയാം. ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തെ ആളുകൾക്കും അതറിയാം. സകലരും നിശബ്ദരായി നിൽക്കുമ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ വളരെ പാടുപെട്ട് അയാൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എണീറ്റു. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, എന്നോട് ഇതിനാ താങ്ക്സ് പറയുന്നത്. മാർക്ക്, നീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഹെവൻലി ക്ലൗഡ് സെഷൻ അവസാനിച്ചനെ. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും എൻ്റെ കണ്ണ് തുറപ്പിക്കുകയായിരുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത പാത്തിന്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ ആദ്യം പറ്റിയിരുന്നില്ല. സോറി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യത്തിൽ ഞങ്ങൾ ആരും നിങ്ങൾക്കെതിരായിരുന്നില്ല. ഫസ്റ്റ് എൽഡറെ ചില പിടിവാശികൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അത് പറഞ്ഞപ്പോൾ ബാക്കി അവിടെ ഉണ്ടായിരുന്ന എൽഡേഴ്സും ഒക്കെ മാർക്കിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, അതെ മാർക്ക്, ഞങ്ങൾ ആരും മാർക്കിനെതിരായിട്ട് ഒരിക്കലും മൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കി അംഗീകരിച്ച് ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. മാർക്കിന് അവർ പറയുന്ന കാര്യം മനസ്സിലാകും. ലീഡറുടെ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ ചുമതല. ലീഡർ തെറ്റായ ദിശയിലേക്ക് ഒരു സ്ഥാപനത്തെ നയിച്ചാൽ സ്വാഭാവികമായിട്ടും ആ സ്ഥാപനത്തിന് ആളുകൾക്കും ആ ലീഡർ ആവശ്യപ്പെടുന്ന തെറ്റുകൾ ചെയ്തേ പറ്റൂ. മാർക്കിന് അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. മാർക്ക് തിരിഞ്ഞ് ഡീസനോട് പറഞ്ഞു, ഡീസൻ, ഞാൻ ഇറങ്ങിയാണ്. അത് കേട്ടതും ഡീസൻ മാർക്കിനോട് പറഞ്ഞു, മാസ്റ്റർ, ഞാനും കൂടെ വരാം.
ഡീസൻ, നീ എന്നോടൊപ്പം വരേണ്ട ഒരു കാര്യവുമില്ല. നിന്റെ ആവശ്യം ഇവിടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനാണ്. നീ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഇവർക്ക് നീ ഒരു അസറ്റായി മാറുകയും വേണം. ഡീസൻ ശരിക്കും ഒരു ശക്തനാണ്, ഒരു ജീനിയസ് ആണ്. ആ ജീനിയസായ ഡീസൻ വളർന്നു വന്നാലേ ഹെവൻലി ക്ലൗഡ് സെക്ഷന് ഒരു ശക്തനായ നേതാവ് ഉണ്ടാവും. ആ കാര്യം മാർക്ക് ഫെല്ലർക്ക് അറിയാം. മാർക്ക് അത് പറയുമ്പോൾ ആ എൽഡേഴ്സ് ഒക്കെ തലകുലിക്കുകയാണ്. അവർക്കൊക്കെ ഡീസന്റെ ആ പ്രതിഭയെക്കുറിച്ച് നല്ല ധാരണയാണ്. മാർക്ക് ഫെല്ലർ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ്. എന്താ മാർക്ക്, ആ ബെല്ലിങ് തരാവൂ. മാർക്ക് അപ്പോഴാണ് പോക്കറ്റിലിട്ടിരിക്കുന്ന ബെല്ലിനെ കുറിച്ച് ആലോചിച്ചത്. മാർക്ക് ബെല്ലെടുത്ത് നേരെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കയ്യിലേക്ക് കൊടുത്തു. ആ ബെല്ല് കൊടുത്തുകൊണ്ട് മാർക്ക് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് ചോദിച്ചു, ഈ ബെല്ലുകൊണ്ടൊക്കെ എന്താ ഉപയോഗം? അത് കേട്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശരിക്കും ഈ ബെല്ല് ഒരു അമൂല്യ നിധിയാണ്. ആ ഫസ്റ്റ് എൽഡർക്ക് ഇതിന്റെ മൂല്യം അറിഞ്ഞുകൂടായിരുന്നു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, താങ്കൾ എന്തായി പറയുന്നത്? മാർക്ക്, കുതിരവണ്ടിയുടെ പുറയിൽ കുതിരയെ കെട്ടിയിട്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ചോദ്യം കേട്ടപ്പോ മാർക്കിന്റെ കഥ മനസ്സിലായി. ആ അമൂല്യമായ ആയുധത്തിന്റെ പവർ അറിയാതെ അതുകൊണ്ട് നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഫസ്റ്റ് എൽഡർ. ആ ആയുധത്തിന്റെ കപ്പാസിറ്റി ഫസ്റ്റ് എൽഡർ ഉപയോഗിച്ചിട്ടില്ല. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇത് ഒരു ബെല്ലാണ്. ബെല്ല് ശബ്ദമുണ്ടാക്കാനാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആ ഒരൊറ്റ വാചകം വഴി മാർക്കിനോട് ആ ബെല്ലിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുകയാണ്. ശരിക്കും ആ ബെല്ലിലെ ശബ്ദം നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ശബ്ദം ഉപയോഗിച്ച് യോങ്ജിയും അതുപോലെ നോർത്തേൺ ലാൻഡിന്റെയും ആ സേനയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ഫസ്റ്റ് എൽഡർക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. ഫസ്റ്റ് എൽഡർ ശരിക്കും ആ ബെല്ലിന്റെ ഓറയെ മാത്രമാണ് ഉപയോഗിച്ചത്. ഓറയ്ക്കും അപ്പുറത്ത് ആ ബെല്ലിന് വേറെയും ഗുണങ്ങളുണ്ട്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മാർക്ക് ശരിക്കും അമ്പരപ്പോടെ ആ ബെല്ലിലേക്ക് ഒന്നുകൂടെ നോക്കിപ്പോവുകയാണ്. അവസാനം മാർക്ക് ഫെല്ലർ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മാർക്കിന്റെ ബ്ലാക്ക് ഈഗിളിലേക്ക് കയറി. മാർക്കിന്റെ ലക്ഷ്യം ഇനി ഹൂന മൗണ്ടൻ ആണ്. അവിടെ വെൻഡായും വെനെറിക്കും ഉണ്ട്. അവരെ പോയിന്ന് കാണണം. മാർക്ക് ആ മൗണ്ടൻ ലക്ഷ്യമാക്കി അങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ഷെനി ആനിക്കിനെ ആദ്യമായി കാണുന്നതും അവരുടെ ആ ഐസ് ഹാർട്ട് ലേക്കിനകത്തുള്ള ആ ഐസ് ഹാർട്ട് കാണുന്നതൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. ഒരുപാട് രസകരമായ നിമിഷങ്ങൾ മാർക്കിന് ഷെനി ആനിക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുടെ മരണത്തിന് ഇപ്പോ പകരം ചോദിക്കാൻ മാർക്കിന് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഈഗിളിന്റെ പുറത്ത് മാർക്ക് യാത്ര ചെയ്യുമ്പോൾ സമയവും സ്ഥലവും കടന്നുപോയത് മാർക്ക് അറിഞ്ഞില്ല എന്നതാണ് സത്യം. ഹൂന മൗണ്ടൻ കണ്ടപ്പോഴാണ് മാർക്ക് ആ ഹൂന മൗണ്ടന്റെ അടുത്തെത്തിയ ഓർക്കുന്നത് തന്നെ. ഹൂന മൗണ്ടന് മുകളിൽ മാർക്ക് എത്തുമ്പോൾ മാർക്കിന്റെ ശ്രദ്ധയിലേക്ക് പെട്ടെന്നാണ് അതിശക്തമായ ഓറകൾ കടന്നു വന്നത്. ഹൂന മൗണ്ടനിൽ ആരൊക്കെയോ ഉണ്ട്. അങ്ങനെ തോന്നിയതും മാർക്ക് അതിവേഗം ആ ഈഗിളിൽ ഹൂന മൗണ്ടന്റെ മുകളിലിറങ്ങി. മാർക്ക് ആ സ്റ്റെപ്പിൽ കയറി ഓടിയെത്തുമ്പോൾ സാക്ഷാൽ ജൂ വെൻഡായ്ക്കും വെനെറിക്കിനൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്ക് ഓടി ജൂവിന്റെ അടുത്തെത്തി. നിങ്ങൾ എപ്പോഴാ ആ അതിർത്തി നിന്ന് എത്തിയത്? അത് കേട്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇരിടാ, നമുക്ക് കുടിക്കാന്ന്. മാർക്കിനാണെങ്കിൽ മദ്യപിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. മാർക്ക് ജൂവിന്റെ അടുത്തിരുന്നിട്ട് ജൂനോട് ചോദിച്ചു, ജൂ പറ, എന്താ സംഭവിച്ചത്? എന്താ ഇങ്ങനെ മടങ്ങി വന്നത്? മാർക്ക്, എന്തൊന്ന് യുദ്ധം, ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ജൂ പറഞ്ഞതും മാർക്ക് വീണ്ടും ചോദിച്ചു, അല്ല എന്തു പറ്റി? ഒരു ഉന്മേഷക്കുറവ്? എനിക്കോ ഉന്മേഷക്കുറവോ? നിനക്ക് വെറുതെ തോന്നുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ ആ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് എണീറ്റു. മാർക്കിന് ആ ടേബിളിന്റെ അടുത്ത് വേറെയും കാഴ്ചയിൽ കാണാം. വെൻഡായും വെനെറിക്കും അടിച്ച് ഫിറ്റായി തറയിൽ കിടപ്പുണ്ട്. അവന്മാർക്ക് വലിയ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ വേഗം വീഴും. എന്നാൽ സ്ഥിരം മദ്യപാനികളുമാണ്. മാർക്ക് ജൂനോട് സംസാരിക്കുമ്പോഴേക്കും ജൂ നടന്ന് അവിടെ മുറിയുടെ അടുത്തെത്തി. മാർക്കും കൂടെ നടന്നു വരികയാണ്. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എനിക്കൊന്ന് ഉറങ്ങണം. അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവര് മുറിക്കകത്ത് കയറി വാതിലും അടച്ചു. സാധാരണഗതിയിലുള്ള ജൂവിന്റെ പെരുമാറ്റമല്ല അന്ന് മാർക്ക് കണ്ടത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ പവലിയിൽ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. ഈ മുള കൊണ്ടുള്ള വഴിയുടെ ഇരുപുറത്തുമായി അനവധി രസമുള്ള പവലിയനുകൾ, ശരിക്കും ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാർക്ക് ആ പവലിലൂടെ ജൂവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. നടന്ന് മാർക്ക് ഒരു സ്റ്റെപ്പിന് അടുത്ത് വന്നിരുന്നു. മാർക്കിന്റെ മനസ്സിൽ പല ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇതെന്താ ജൂ ഇങ്ങനെ പെരുമാറുന്നത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, നീ ജൂവിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്? ശബ്ദം കേട്ട് മാർക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ വില്യം
ഷൂമേക്കറെയാണ്. ഹലോ സീനിയർ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നോ? മാർക്ക്, ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുറകെ നിൽക്കുമ്പോഴാണ് നീ വന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷൂമേക്കർ മാർക്കിന്റെ അടുത്തിരുന്നു. ഷൂമേക്കർ മാർക്കിന്റെ അടുത്തിരുന്നതും മാർക്ക് ഷൂമേക്കറോട് ചോദിച്ചു, സീനിയർ, സാധാരണ ജൂ ഇങ്ങനെ അല്ല, ജൂന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാർക്ക്, നിനക്കത് തോന്നിയല്ലേ? ഷൂമേക്കർ അത് ചോദിച്ചതും മാർക്കിന്റെ ഉള്ളിൽ ഒരു കിടുക്കം. ജൂന് എന്തോ പ്രശ്നമുണ്ടെന്നാണല്ലോ ഷൂമേക്കർ പറഞ്ഞതിന്റെ അർത്ഥം. സീനിയർ, അങ്ങ് എന്താ പറയുന്നത്? മാർക്ക്, നിനക്ക് ജൂവിന്റെ ബോഡിയെ കുറിച്ച് അറിയാമല്ലോ. അതെ, അതെനിക്കറിയാം, നിർവാണ ബോഡി. മാർക്ക്, നിർവാണ ബോഡിയുള്ള ആളുകളുടെ കൾട്ടിവേഷൻ ശരിക്കും രസകരമാണ്. അവർക്ക് നമ്മളെപ്പോലെ മരുന്നുകളോ സ്പെല്ലുകളോ ഒന്നും വേണ്ട. അവരുടെ കൾട്ടിവേഷൻ സന്തോഷത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജൂ ഭക്ഷണം കഴിക്കുകയും വൈൻ കുടിക്കുകയും വെണ്ടയ്ക്കും വെണ്ണൂറിക്കും ഉപ്പൊക്കെ കളിച്ചിടക്കുകയും ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ ഒരു സന്തോഷം അവർക്കുണ്ടാവും. അത് അവരുടെ ബോഡിയുടെ പ്രത്യേകതയാണ്. അത്രയും പറഞ്ഞതിന് ശേഷം ഷൂമേക്കർ ഒരു നിമിഷം നിശബ്ദനായി ശൂന്യതയിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഷൂമേക്കർ എന്തോ പറയാൻ പോവുകയാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാർക്കും നിശബ്ദനായി ഷൂമേക്കർ തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഷൂമേക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ നിർവാണ ബോഡിക്ക് ഒരു കുഴപ്പം കൂടിയുണ്ട്. ആ ബോഡി ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ സ്വാഭാവികമായി നശിച്ചു പോകും. നശിച്ചു പോകുന്നോ? മാർക്ക്, നീ കാണുന്ന ഈ ജൂവിന് പ്രായം ഒന്നുമില്ല എന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. ഒരു കൊച്ചുകുട്ടിയുടെ പ്രായമല്ലേ തോന്നത്തുള്ളൂ. യഥാർത്ഥത്തിൽ ജൂവിന് ഒരുപാട് പ്രായമായി. ജൂവിന്റെ ബോഡി ആ പ്രായത്തെ കാണിക്കാൻ പോവുകയാണ്. വില്യം ഷൂമേക്കർ പറഞ്ഞ ആ വാക്കുകൾക്കുള്ളിൽ എല്ലാം ഉണ്ട്. ഇപ്പോ ഒരു കൗമാരക്കാരിയുടെ മുഖവും ബോഡിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ജൂവിനുള്ളത്. ജൂവിന്റെ ബോഡി ആ ബോഡിയുടെ യഥാർത്ഥ പ്രായം കാണിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. ജൂവിന്റെ തലമുടികൾ മുഴുവൻ നരയ്ക്കും, ദേഹം മുഴുവൻ ചുക്കിച്ചുളിയും. അവരുടെ ബോഡിക്ക് ഒരുപാട് പ്രായമുണ്ട്. ആ പ്രായം മുഴുവൻ ആ ബോഡിയിലേക്ക് വരുമ്പോൾ ആ കാഴ്ച പോലും വളരെ അസഹ്യത ഉണ്ടാക്കും. ആ രൂപത്തിൽ ജൂവിനെ കാണുന്നതിനെ കുറിച്ച് മാർക്കിന് ആലോചിക്കാനേ വയ്യ. പെട്ടെന്ന് മാർക്ക് ചോദിച്ചു, സീനിയർ, അങ്ങനെ പ്രായമായാൽ ജൂന് എന്തെങ്കിലും സംഭവിക്കില്ലേ? മാർക്ക്, ജൂന് ഇനി അധികം ആയുസില്ല. ഷൂമേക്കർ അത് പറഞ്ഞതും പുറകിന്ന് ജൂവിന്റെ ശബ്ദം, എന്തായി പറഞ്ഞത്? എനിക്ക് ആയുസില്ലെന്നോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ജൂ അടുത്തേക്ക് വന്നത്. പെട്ടെന്ന് ജൂവിനെ കണ്ടതും ഷൂമേക്കർ ശരിക്കും ഞെട്ടി. അയാൾ എണീറ്റ് ഒറ്റ ഓട്ടം കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ട് ഷൂമേക്കർ ജൂവിനോട് പറഞ്ഞു, ജൂ, ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞോളൂ. ഷൂമേക്കറെ വരെ അടിക്കാൻ ജൂ മടിക്കില്ലെന്ന് ഷൂമേക്കർക്ക് അറിയാം. അതുകൊണ്ടാണ് അയാൾ കുറച്ച് ദൂരേക്ക് ഓടി മാറിയത്. ഷൂമേക്കർ ഒന്ന് നോക്കിയിട്ട് ജൂ തിരിയുമ്പോൾ ജൂ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ മുഖമാണ്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടതും ജൂ മാർക്കിന്റെ ഷോൾഡറും തട്ടി, വിട്ടുകളെടാ, ഇവൻ പറയും പോലെയൊന്നും അല്ല, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ജൂ പറയുമ്പോഴും മാർക്കിന്റെ കണ്ണുകൾ തുളുമ്പുന്നത് ജൂ കണ്ടു. ജൂ പെട്ടെന്ന് മാർക്കിന്റെ ഷോൾഡറിലേക്ക് ചാടിക്കയറി, വിടുതാ, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി നമുക്ക് ചെയ്യാനുണ്ട്. ജൂന് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് പ്രശ്നം? ഇഷ്ടംപോലെ മദ്യപിക്കാം, ഭക്ഷണം കഴിക്കാം, നിങ്ങളോടൊക്കെ അടിച്ചു പൊളിക്കാം, രസമായിട്ട് മുന്നോട്ട് പോകാം, പിന്നെ എനിക്കെന്ത് പ്രശ്നം? അങ്ങനെ ജൂ പറഞ്ഞെങ്കിലും മാർക്കിന് എവിടെയൊക്കെയോ ഒന്ന് കൊളുത്തി പിടിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ഷൂമേക്കർ ജൂവിനോട് പറഞ്ഞു, ജൂ, നീ മാർക്ക് മൈറ്റി ലെവലിലേക്ക് കടന്നത് അറിഞ്ഞായിരുന്നു? അത് കേട്ടതും ജൂ മാർക്കിന്റെ ഷോൾഡറിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി. അവര് വളരെ കൗതുകത്തോടെ മാർക്കിനെ ഒന്ന് അളക്കുകയാണ്. ശരിക്കും മാർക്ക് കടന്നു വന്നപ്പോൾ അവരത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സത്യം. ജൂ കൗതുകത്തോടെ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഷൂമേക്കർ ജൂവിനോട് പറഞ്ഞു, ജൂ, മാർക്കിന്റെ ആ ബ്രേക്ക് ത്രൂ തടസ്സപ്പെടുത്താൻ വന്ന സീമബോയുടെ ക്ലോണിനെ മാർക്ക് വകവരുത്തുകയും ചെയ്തു. അത് കേട്ടപ്പോ ജൂന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജൂ മാർക്കിന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. മാർക്ക്, ഈ കേൾക്കുന്ന സത്യമാണോ? ആ സീമബോയുടെ ക്ലോണ് ശരിക്കും പവർഫുൾ ആണ്. എനിക്ക് പോലും ആ ക്ലോണിനെ എതിരിട്ട് ജയിക്കാൻ പറ്റില്ല. നീ അത് ചെയ്തു. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ആ സീമബൈക്ക് പരിക്കേറ്റിരുന്ന സമയത്ത് സീമബൈ എന്നോട് എതിരിട്ടത്. ശരിക്കും സീമബൈ മാർക്കിനെ എതിരിടുന്ന സമയത്ത് ഹാൻസ് മില്ലറുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സീമബൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഹാൻസ് മില്ലർ അവന്റെ പിതാവിന്റെ മാന്ത്രിക ചങ്ങലയും മാന്ത്രിക ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് സീമബൈയെ വെള്ളം കുടിപ്പിച്ച സമയത്താണ് ശരിക്കും മാർക്ക് ഫെല്ലർ സീമബൈയെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതെന്തായാലും നന്നായി, ഇതെന്തായാലും നമുക്ക് ആഘോഷിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലറെ വിളിച്ച് അവർ നേരെ ആ വൈനും ആഹാര സാധനങ്ങളും ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. തൊട്ടുപുറകെ ഷൂമേക്കറും എത്തി. ആ സമയത്തും വെണ്ടയും എനറിക്കും നല്ല ഫിറ്റായി തറയിൽ കിടക്കുകയാണ്. അവരെ ശല്യം ചെയ്യാതെ അവർ മൂന്നുപേരും ആ ടേബിളിന് അപ്പുറം ഇപ്പുറമായിരുന്നു.
ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിന്റെ ഈ വിജയം നമുക്ക് ആഘോഷിക്കണം. ജൂ ശരിക്കും സന്തോഷത്തിലാണ്. ആ സമയത്ത് മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ ഞാനേ നോർത്തേൺ അതിർത്തിയിലേക്ക് പോയാൽ എന്തെന്ന് ആലോചിക്കുകയാണ്. മാർക്ക് നീ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല അവിടുത്തെ കാര്യങ്ങൾ. ജൂ അതല്ല, അവിടെ സീനിയർ ശ്രീഹരി മാത്രമല്ലേ ഉള്ളൂ, എന്തെങ്കിലും സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? മാർക്ക് നീ പറയുന്നത് ശരിയാണ്, ശ്രീഹരി ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അവിടെ ശ്രീഹരിക്ക് ഒരു സപ്പോർട്ട് അനിവാര്യമാണ്. മാർക്ക് തൽക്കാലം എനിക്ക് നിന്നോടൊപ്പം വരാൻ പറ്റില്ല, നിനക്കറിയാമല്ലോ. ജൂ മദ്യപിച്ചു തുടങ്ങിയതും മാർക്ക് ഫെല്ലർ ആ കസേര നേടിയിട്ടു. മാർക്ക് ആ സ്റ്റെപ്പിന് നേരെ നടക്കുകയാണ്. അത് കണ്ടതും ഷൂ മേക്കറും കൂടി എണീറ്റ് മാർക്കിനൊപ്പം നടന്ന് മാർക്കിന്റെ കൂടെ എത്തി. മാർക്ക് നീ ഉറപ്പായിട്ടും നോർത്തേൺ ലാൻഡിലേക്ക് പോകാൻ പോവുകയാണോ? സീനിയർ അവിടെ സീനിയർ ശ്രീഹരി മാത്രമല്ലേ ഉള്ളൂ, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാലോ? മാർക്കിന്റെ ചോദ്യം ശരിക്കും അർത്ഥവത്തായ ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതും ഷൂമേക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിന്റെ തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഷൂമേക്കർ പറഞ്ഞതും മാർക്ക് അടുത്ത ചോദ്യം ചോദിച്ചു, അല്ല സീനിയർ, നമുക്ക് ഈ ജൂവിന്റെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാൻ പറ്റുമോ? മാർക്ക് മാർഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്, പക്ഷേ എനിക്ക് അറിയില്ല എന്താണ് മാർഗമെന്ന്. നിർമ്മാണ ബോഡിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ മാർഗങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഷൂമേക്കർ കരുതുന്നത്, പക്ഷെ അത് എന്താണെന്ന് ചോദിച്ചാൽ ഷൂമേക്കർക്കും അറിയില്ല. അവരങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ജൂ അവരുടെ അടുത്തേക്ക് വന്നു. ജൂ അവരുടെ അടുത്തേക്ക് വന്നതും മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ എനിക്ക് ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ വരെ പോകണം. മാർക്ക് എനിക്കറിയാം നിന്റെ പ്രശ്നം, പക്ഷേ അവിടെ പോകുന്നത് ശ്രദ്ധിച്ചു വേണം. ആ ടീം ലീഡറുടെ കയ്യിൽ ഒരു വെളുത്ത എല്ലുണ്ടാവും, അതൊരു ശക്തമായ ആയുധമാണ്, എനിക്ക് പോലും ആ ആയുധത്തിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല മാർക്ക്, അതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ ഒരു ശ്രദ്ധ ഉറപ്പായും വേണം. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ജൂ എൻ്റെ കയ്യിൽ അതിനെപ്പറ്റി ചില മറുമരുന്നുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല, മാർക്ക് നീ ശ്രദ്ധിക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാനേ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. മാർക്കിനോടും ഷൂമേക്കറോടും അങ്ങനെ പറഞ്ഞതിന് ശേഷം ജൂ നേരെ അവിടെ മുറിയിലേക്ക് നടന്നു. സാധാരണ ജൂ ഇങ്ങനെയൊന്നും അല്ല. റെസ്റ്റ് എടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് ആദ്യമായിട്ടാണ് മാർക്ക് ഫെല്ലർ കേൾക്കുന്നത്. നേരത്തെ മാർക്ക് വന്ന സമയത്ത് അവർ മുറിയിലേക്ക് പോയി അല്പനേരം റെസ്റ്റ് എടുത്തിരുന്നു. അവർക്ക് കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷയമുണ്ട്, അത് അവരുടെ ആ പ്രകടനങ്ങളിൽ വ്യക്തമാണ്. അവർ മുറിയിലേക്ക് കയറിയെന്ന് കണ്ടതും മാർക്ക് ഫെല്ലർ ഷൂമേക്കറോട് പറഞ്ഞു, സീനിയർ എനിക്ക് അങ്ങയുടെ ഒരു സഹായം വേണം. മാർക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്, നീ പറഞ്ഞു. സീനിയർ എനിക്ക് ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ വരെ പോയേ പറ്റൂ. ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ജൂവിന് സപ്പോർട്ടായി വേണം. അങ്ങ് ഇവിടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ധൈര്യമാണ്. ജൂവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഒരു ന്യൂസ് പുറത്തേക്ക് വന്നാൽ ഹൂന മൗണ്ടൻ ആക്രമിച്ച് ജൂവിനെ കൊലപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ തയ്യാറായി എന്ന് വരും. മാർക്കിന് അങ്ങനെ ഒരു ഭയമുണ്ട്. മാർക്കിന്റെ ഭയം മനസ്സിലാക്കിയ സീനിയർ ഷൂമേക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ ഭയക്കണ്ട, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും, എന്റെ ജീവൻ കൊടുത്തും ഞാൻ ജൂവിനെ സംരക്ഷിക്കും. ഷൂമേക്കർ വെറുതെ ഒരു വാക്ക് പറയില്ല എന്ന് മാർക്കിന് അറിയാം. മാർക്ക് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അതിവേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി മാർക്കിന്റെ ആ കറുത്ത പരുന്നിന്റെ പുറത്ത് കയറി ഹണ്ടിങ് ഓർഗനൈസേഷൻ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. മാർക്ക് ഫെല്ലർ തന്റെ ആ കറുത്ത പരുന്നിന്റെ പുറത്ത് കയറി ഹണ്ടർ ഓർഗനൈസേഷൻ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ യോങ്ജിയുടെ എറ്റൻഡ് സിറ്റിയിൽ യോങ്ജിയുടെ അടുത്ത് ഒരു കറുത്ത വേഷധാരി എത്തി. നോർത്തേൺ ലാൻഡിൽ നിന്ന് വന്ന ആ കറുത്ത വേഷധാരി ശരിക്കും പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അയാളെ കണ്ടതും യോങ്ജി ചോദിച്ചു, എന്താ നിങ്ങൾ വീണ്ടും വന്നേ? യോങ്ജി, നിങ്ങളെ രക്ഷിക്കാനാ ഞാൻ വന്നത്. എന്നെ രക്ഷിക്കാനോ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? യോങ്ജി, നിങ്ങളിപ്പോ ഹെവൻലി ക്ലൗഡ് സെക്ഷന് എതിരാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനെ നിങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ തിരിച്ചു വന്നാൽ നിങ്ങളെ വെറുതെ വിടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അത് കേട്ടതും യോങ്ജി ആ കറുത്ത മനുഷ്യരോട് പറഞ്ഞു, അതിന് ആ ഫസ്റ്റ് എൽഡർ എനിക്ക് വാക്ക് നൽകിയതല്ലേ. ആ സന്യാസി വന്ന് സംസാരിച്ചപ്പോ ഫസ്റ്റ് എൽഡർ അയാളുടെ കൾട്ടിവേഷൻ തൊട്ട് എന്നോട് സത്യം ചെയ്തതാണ്, ഒരു കാരണവശാലും ഇനി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എന്നെ വേട്ടയാടില്ല. അത് കേട്ടപ്പോ ആ കറുത്ത വസ്ത്രം ധരിച്ച മനുഷ്യൻ ഒന്ന് ഉറക്കെ ചിരിച്ചു. യോങ്ജി, നിങ്ങളപ്പോ വാർത്തകൾ ശ്രദ്ധിക്കാറില്ല അല്ലേ? അത്രയും പറഞ്ഞതിന് ശേഷം അയാള് ഒരു നിമിഷം നിശബ്ദനായിട്ട് യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, ആ മാർക്ക് ഫെല്ലർ ആ ഫസ്റ്റ് എൽഡറെ അന്ന് എന്നെ കൊന്നായിരുന്നു. ആ വാക്കുകൾ കേട്ട് യോങ്ജി ശരിക്കും തരിച്ചു പോവുകയാണ്. അല്ല, നിങ്ങൾ ആരാണ്? യോങ്ജി, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സീമബായി ആണ്. സീമബായിയോ? സീമബായി ചെറുപ്പക്കാരനായിരുന്നില്ലേ? യോങ്ജി, എന്റെ ക്ലോണായിരുന്നു ആ ചെറുപ്പക്കാരൻ. അവനെ ആ മാർക്ക് കൊന്നു. ഇതും ഒരു ക്ലോണാണ്. യഥാർത്ഥ ഞാൻ അങ്ങനെ നോർത്തേൺ ലാൻഡില്ല. യോങ്ജി, നീ നോർത്തേൺ ലാൻഡിലേക്ക് വന്നാൽ നിനക്ക് സുഖമായി ജീവിക്കാൻ പറ്റും. അല്ല സീമബായി, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇവിടെയുള്ള എന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നോർത്തേൺ ലാൻഡിലേക്ക് വരണമെന്നോ?
അതെ, അതാണ് നിനക്ക് പറ്റിയത്. നിനക്ക് മാത്രമല്ല, നിനക്കൊപ്പമുള്ള ആളുകൾക്കും വരാം. നോർത്തേൺ ലാൻഡ് ഇന്നല്ലെങ്കിൽ നാളെ സദേൺ ലാൻഡുമായി യോജിക്കും. ആ സമയത്ത് നിങ്ങളായിരിക്കും ഈ സദേൺ ലാൻഡിനെ മുഴുവൻ അടക്കി ഭരിക്കുന്നത്. പക്ഷെ നിങ്ങളിവിടെ നിന്നാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടില്ല. ഹെവൻലി ക്ലൗഡ് സെക്ഷനും മാർക്കും ഇപ്പോൾ യോജിച്ചിരിക്കുകയാണ്. ആ ശക്തി നിങ്ങളെ നേരിട്ടാൽ നിങ്ങൾ അവസാനിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം സീമാബായി യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, ഞാൻ എന്തായാലും നോർത്തേൺ ലാൻഡിൽ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ രൂപം യോങ്ജിയുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് അങ്ങ് പോവുകയായിരുന്നു. യോങ്ജിയും യോങ്ജിയുടെ ആ വളർത്തു മക്കളും ആ കറുത്ത രൂപം പോയതിനു ശേഷം ആ വിഷയത്തെക്കുറിച്ചായി ചർച്ച. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ആക്രമണം ആദ്യമായിട്ടാകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആരും ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ടാവില്ല. മാർക്ക് ഫെല്ലറാണ് ഇതിനിടയിൽ ഇടയ്ക്ക് ഒരു വെല്ലുവിളി നടത്തിയത്. പക്ഷെ അതും യോങ്ജിയുടെ ആക്രമണമൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ സെക്ലൂഷൻ പുറത്തു വന്നാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഈ സദേൺ മേഖലയിൽ ശരിക്കും ശക്തർ രണ്ടാളുകളാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററും പിന്നെ സാക്ഷൽ ശ്രീഹരിയും. അവർക്ക് താഴെ 6 പേരാണ്. അതിലൊരാളാണ് യോങ്ജി. ജൂവും ഷൂമേക്കറും ഭാര്യയും ഫെങ്ങൊക്കെ അതുപോലുള്ള ആളുകളാണ്. ആ 6 പേരിൽ ഏറ്റവും ദുർബലൻ ആരെന്ന് ചോദിച്ചാൽ അത് യോങ്ജി ആണെന്ന് യോങ്ജിക്ക് അറിയാം. യോങ്ജി തന്റെ അവസ്ഥ ശരിക്കും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വളർത്തുമക്കളുമായി ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു തുടങ്ങി. അവരുടെ മുന്നിൽ 2 ദിവസമുണ്ട്. 2 ദിവസത്തിനകം അവർ തീരുമാനം അറിയിക്കണമെന്നാണ് സീമബായി യോങ്ജിയോട് പറഞ്ഞിരിക്കുന്നത്. യോങ്ജിയുടെ എറ്റേണൽ സിറ്റിയിൽ വളരെ സജീവമായി ആ ശൈലിയിൽ ചർച്ച നടക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ സാവധാനം ഗൂ സിറ്റിയുടെ മുകളിലെത്തി. ഗൂ സിറ്റി വഴിയാണ് ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്ക് പോകേണ്ടത്. ഗൂ സിറ്റി വഴി ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്ക് മാർക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കട്ടിക്ക് സ്പിരിച്വൽ എനർജി ആകാശത്ത് മാർക്കിന് കിട്ടുന്നുണ്ട്. മാർക്ക് അതൊക്കെ അബ്സോർവ് ചെയ്ത് പതുക്കെ പതുക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തികച്ചും രസകരമായ ഒരു കാഴ്ച മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടത്. ഗൂ സിറ്റിയിൽ നിന്ന് ആ ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്കുള്ള ആ പാതയിൽ മാർക്ക് അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അവിടെ കാണുകയാണ്. ഒരു ചെറിയ കൊട്ടാരം താഴെ വിസിബിൾ ആണ്. മാർക്ക് അതിനു മുമ്പ് പലതവണ അതുവഴി കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ആ കൊട്ടാരം മാർക്ക് കണ്ടിട്ടില്ല. ആ കൊട്ടാരം കണ്ടതും മാർക്ക് ആ ബ്ലാക്ക് ഹോക്ക് ഒന്ന് താഴ്ത്തി. കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഏതായി കൊട്ടാരം? ആരെയാ കൊട്ടാരം നിർമ്മിച്ചത്? പെട്ടെന്ന് എന്തിനായി കൊട്ടാരം നിർമ്മിച്ചത്? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന്റെ മനസ്സിലേക്ക് വരികയാണ്. മാർക്ക് ആ ബ്ലാക്ക് ഹോക്കിനെ ആ കൊട്ടാരത്തിന്റെ സമീപത്ത് വനത്തിനടുത്തായി ലാൻഡ് ചെയ്യിപ്പിച്ചു. ആ ബ്ലാക്ക് ഹോക്കിനെ ഒളിപ്പിച്ചതിന് ശേഷം മാർക്ക് കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് വന്നു. അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം പലരും കൾട്ടിവേറ്റേഴ്സ് ആണെന്ന്. മാർക്ക് അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, അല്ല എന്താ ഈ സംഭവം? ഈ ബിൽഡിംഗ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഹേയ് സുഹൃത്തെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ? ഇല്ല, എന്താ സംഭവം? ഇവിടെ ഓരോ 30 കൊല്ലം കൂടുമ്പോഴും ഒരു പ്രദർശനവും ലേലവും ഒക്കെ നടക്കും. ലേലമോ? അതെ, ലേലം. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ലേലത്തിലെത്തും. ആ ലേലം നടത്തുന്ന വ്യക്തികൾ ലേലത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ബിൽഡിംഗാണിത്. ലേലം കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് പൊളിച്ചു കളയുകയും ചെയ്യും. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മാർക്ക് അറിയാതെ ബിൽഡിംഗ് നോക്കി പോവുകയാണ്. ശരിക്കും ഒരു അടിപൊളി കൊട്ടാരം തന്നെയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ആ കൊട്ടാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പെട്ടെന്ന് മാർക്കിന് തോന്നി. അങ്ങനെ തോന്നിയതും മാർക്ക് ആ കൊട്ടാരത്തിന് നേരെ നടന്നു. ആ കൊട്ടാരത്തിന്റെ വാതിലിലെത്തിയതും അവിടെ 2 ആളുകൾ മാർക്കിനെ തടഞ്ഞു. അല്ല, എനിക്ക് ഇതിനകത്ത് കയറാൻ? ഹേയ്, ഇതിനകത്ത് കയറണമെങ്കിൽ പാസ് എടുക്കണം. പാസ് എടുക്കാൻ എളുപ്പമാണ്, അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. അത് കേട്ടത് മാർക്ക് ഫെല്ലർ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് നടന്നു. രജിസ്ട്രേഷൻ കൗണ്ടറിൽ എത്തിയപ്പോൾ ആ രജിസ്ട്രേഷന്റെ ചുമതലയുള്ള ആള് മാർക്കിനോട് ചോദിച്ചു, നിങ്ങൾ ഒരു ഫ്രീലാൻസ് കൾട്ടിവേറ്റർ ആണോ? അതെ. ആ, എന്നാൽ രജിസ്റ്റർ ചെയ്തോളൂ. അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചു? ഇവിടെ സെക്ഷനുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറില്ല. അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അകത്തേക്ക് പ്രവേശനമില്ലാന്ന്. സദേൺ മേഖലയിലും ചുറ്റുവട്ടത്തുമായി ഒരുപാട് സെക്ഷനുകളുണ്ട്. വലിയ വലിയ സെക്ഷനുകളാണ്. ആ സെക്ഷനുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ അകത്തേക്ക് പ്രവേശനമില്ല. എന്നാൽ ഫ്രീലാൻസ് ആയിട്ട് ഒരു സെക്ഷനുമായി അഫിലിയേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് പ്രവേശനം ഉണ്ട് താനും. ഫ്രീലാൻസുകാർക്ക് വേണ്ടി മാത്രമായിട്ട് നടത്തുന്ന ഒരു ലേലമാണ് അകത്ത് നടക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. എന്തായാലും മാർക്ക് രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞതും ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, നാളെ രാവിലെയാണ് ലേലം ആരംഭിക്കുക. മാർക്ക് ഏകദേശം ഉച്ച കഴിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം മുഴുവൻ മാർക്ക് അവിടെ കഴിയണമെന്നാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒഴിഞ്ഞു കിടന്ന ഒരു കസേരയിൽ വന്നിരുന്നു. ആ കസേരയിലിരുന്ന മാർക്ക് ചുറ്റും നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പല സ്ഥലത്തും കൂടി നിൽക്കുന്ന ആളുകൾ പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. മാർക്ക് കൗതുകത്തോടെ ആ കൂടി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ആ
കൂട്ടത്തിന്റെ ഭാഗമായ ആളുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളെ സമീപിക്കുന്നത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളോട് ആ കൂടി നിൽക്കുന്ന ആളുകൾ വന്ന് വിലപേശുകയാണ്. കൂടി നിൽക്കുന്ന ആളുകൾ പലതും സെക്ഷനുകളുമായി ബന്ധിപ്പിച്ച ആളുകളാണ്. അവർക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഇൻഡിപെൻഡന്റ് വ്യക്തികൾക്കും ഫ്രീലാൻസ് കൾട്ടിവേറ്റേഴ്സിനുമാണല്ലോ പ്രവേശനമുള്ളത്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരോട് വിലപേശി അവരുടെ കയ്യിൽ കുറച്ച് സ്പിരിറ്റ് കോയിൻ കൊടുത്ത് അകത്തുള്ള ഏതെങ്കിലും ഐറ്റം ലേലത്തിൽ പിടിക്കുക എന്നുള്ളതാണ് ഈ വലിയ സംഘടനകളുടെ ലക്ഷ്യം. വലിയ വലിയ സെക്ഷനുകൾ ചെന്ന ആളുകളെ സമീപിക്കുമ്പോൾ ചിലരൊക്കെ പെട്ടെന്ന് സമ്മതിക്കും, ചിലർ സമ്മതിക്കത്തില്ല. സമ്മതിക്കാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുന്ന കാഴ്ചയും മാർക്ക് കണ്ടു. അത് കണ്ടപ്പോൾ മാർക്ക് കണ്ണുകളടച്ച് കസേരയിൽ പതുക്കെ അങ്ങ് ചാരി. അല്പസമയം കഴിഞ്ഞ് കാണും ആരോ വന്ന് മാർക്കിനെ തട്ടി വിളിച്ചു. ഹലോ. കണ്ണു തുറന്ന മാർക്ക് നോക്കുമ്പോൾ 3-4 ആളുകൾ മാർക്കിന് ചുറ്റും നിൽക്കുകയാണ്. ഏയ്, നിങ്ങളൊരു ഫ്രീലാൻസ് കൾട്ടിവേറ്റർ അല്ലേ? അതെ. നിങ്ങൾ നാളെ ലേലത്തിൽ പങ്കെടുക്കുന്നില്ലേ? പങ്കെടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാവോ, ഞങ്ങൾക്ക് വേണ്ടി ലേലത്തിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു തരാമോ? ലേലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കെടുക്കണമെന്നോ? അതാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ, അത് തന്നെയാണ്. അങ്ങനെ പങ്കെടുത്ത് സാധനം വാങ്ങിച്ചാൽ എനിക്കെന്താ മെച്ചം? നിങ്ങൾക്ക് ഞങ്ങൾ കമ്മീഷൻ തരാം. എത്ര? അത് ഒരു 10% കമ്മീഷൻ തരാം. ആകെ തുകയുടെ 10% കമ്മീഷനാണെന്ന് പറഞ്ഞപ്പോൾ മാർക്ക് മനസ്സുകൊണ്ടത് കണക്കൂട്ടി. സംഭവം കൊള്ളാം. മാർക്കിനെ സമീപിച്ച ആളുകളോട് മാർക്ക് പറഞ്ഞു, 10% പോരാ, 15% നൽകിയാൽ ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. അത് കേട്ടപ്പോൾ ആ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും അവർ ആ ദേഷ്യം ഒന്ന് കടിച്ചമർത്തിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ 15% സമ്മതിച്ചു. അവർ മാർക്കിന് കൊടുത്തത് 100 മില്യൺ സ്പിരിറ്റ് കോയിനാണ്. 100 മില്യൺ സ്പിരിറ്റ് കോയിന് മാർക്കിന്റെ നിലവറിലേക്ക് മാർക്ക് മാറ്റിയപ്പോൾ മാർക്കിന് അതൊരു നല്ല ബിസിനസ്സായി തോന്നി. ആ ടീം വേറെ ആളുകളെ സമീപിക്കാൻ പോയതും മാർക്ക് അവിടെയുള്ള വേറൊരു സംഘത്തിനടുത്ത് നിന്ന് അവരോട് പറഞ്ഞു, ഞാൻ നാളെ ലേലത്തിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ പണം എനിക്ക് നൽകിയാൽ ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ എനിക്ക് കമ്മീഷൻ തരണം. മാർക്ക് അവരോട് സംസാരിച്ച് ഒരു ധാരണയായതും അവരും മാർക്കിന് സ്പിരിറ്റ് കോയിനുകൾ കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് കിട്ടി 100 മില്യൺ സ്പിരിറ്റ് കോയിൻ. ആ പ്രക്രിയ ആ വൈകുന്നേരം അനവധി ടീമുകളുടെ അടുത്ത് നടത്തിയപ്പോൾ മാർക്കിന്റെ കയ്യിൽ 1000 മില്യൺ സ്പിരിറ്റ് കോയിനായി. ഒരു ഹ്യൂജ് എമൗണ്ടാണ് എത്തിയിരിക്കുന്നത്. ആ സ്പിരിറ്റ് കോയിനുകൾ സുരക്ഷിതമായി വെച്ച മാർക്ക് ഫെല്ലർ ആ രാത്രിയിൽ ആ പാലസിന് മുന്നിലുള്ള കലാപരിപാടികളൊക്കെ കണ്ട് സമയം അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. മാർക്ക് ആ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൾട്ടിവേറ്റേഴ്സിനെ പലരെയും വീണ്ടും വീണ്ടും സെക്ഷനുകൾ സമീപിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ 9 മണിക്കാണ് ലേലം ആരംഭിക്കുന്നത്. 9 മണിക്ക് മുമ്പ് തന്നെ മാർക്ക് റെഡിയായി ലേല ഹാളിന് മുന്നിലെത്തി. മാർക്കിന്റെ രജിസ്ട്രേഷൻ ഫോം കാണിച്ചതും മാർക്കിനെ അവരകത്തേക്ക് വിട്ടു. വളരെ വിശാലമായ ഒരു ഹാളിനുള്ളിലേക്കാണ് ആ വാതിൽ തുറന്ന് മാർക്ക് കടക്കുന്നത്. അകത്തേക്ക് കടന്നപ്പോൾ തന്നെ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. അതിശക്തമായ ഒരു ഫോർമേഷൻ ആ ബിൽഡിങ്ങിന് ചുറ്റും ഉണ്ട്. ആ ഫോർമേഷൻ തകർത്തുകൊണ്ട് ഒരാൾക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല, അകത്തേക്ക് കയറാനും കഴിയില്ല. സുരക്ഷിതത്വം അതിന്റെ പരമോന്നതയിൽ ആ ബിൽഡിങ്ങിൽ ഉണ്ടെന്നർത്ഥം. മാർക്ക് ആ ഹാളിലൂടെ നടന്ന് ലേലം നടക്കുന്ന ഹാളിലെത്തി. മാർക്ക് ഹാളിനുള്ളിലേക്ക് കയറി അധിക സമയം കഴിയുമ്പോൾ ആ ഹാള് ഏതാണ്ടങ്ങ് നിറഞ്ഞു എന്ന് പറയാം. അനവധി ഫ്രീലാൻസ് കൾട്ടിവേറ്റേഴ്സ് അവിടെ ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. കൃത്യം 10 മണി ആകാറായതും നല്ല പൊക്കമുള്ള ഒരു ലേഡി ആ സ്റ്റേജിലേക്ക് വന്നു. ഏകദേശം 180 സെന്റിമീറ്റർ പൊക്കമെങ്കിലും അവർക്ക് കാണാൻ ഭംഗിയുള്ള ഒരു ബോഡിയുള്ള ആ ലേഡി ആ സ്റ്റേജിൽ നിന്ന് ആളുകളെ നോക്കുമ്പോൾ 175 സെന്റിമീറ്റർ മാത്രം പൊക്കമുള്ള മാർക്കിന് ആ കാഴ്ച ഒരു വല്ലാത്ത കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. മാർക്കിനേക്കാൾ 5 സെന്റിമീറ്റർ എങ്കിലും പൊക്കം ആ പെൺകുട്ടിക്ക് ഉണ്ട്. അവള് എല്ലാവരും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അപ്പോ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഐറ്റം ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. അങ്ങനെ അവൾ പറഞ്ഞതും അവളുടെ പുറകിലുള്ള വലിയ സ്ക്രീനിൽ ഒരു വിഷ്വല് തെളിഞ്ഞു വന്നു. ഏകദേശം 2 മീറ്ററിലധികം പൊക്കമുള്ള ആചാരബാഹുകളായ 2 ആളുകൾ ഒരു വലിയ പെട്ടിയുടെ 2 അറ്റത്തായി പിടിച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ് ആ സ്ക്രീനിൽ തെളിഞ്ഞത്. എല്ലാവരും ആ സ്ക്രീനിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്ക്രീനിലുള്ള വിഷ്വൽ പതുക്കെ മാറി മാറി സ്റ്റേജിൽ വിഷ്വലാവുകയാണ്. ആളുകൾ അപ്പോഴാണ് സ്റ്റേജിൽ ആ കാഴ്ച കണ്ടത്. അവർ നേരത്തെ സ്ക്രീനിൽ കണ്ട ആ 2 ആളുകൾ വളരെ വലിപ്പമുള്ളൊരു പെട്ടി സ്റ്റേജിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. സ്റ്റേജിൽ വലിയൊരു പീഠമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പീഠത്തിന്റെ മുകളിലാണ് ആ പെട്ടി കൊണ്ടുവച്ചത്. ആ പെട്ടി കാണുന്ന ആർക്കും ഒറ്റ നോട്ടത്ത് തന്നെ അതെന്താണെന്ന് മനസ്സിലാവും. അതൊരു വലിയ ശവപ്പെട്ടിയാണ്. ആ ശവപ്പെട്ടിയിലേക്ക് നോക്കിയ ആ സുന്ദരി ഓഡിയൻസിനോടായി പറഞ്ഞു, ഇത് ഒരു ശവപ്പെട്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം. ഇനി ഈ പെട്ടിക്കകത്തുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ അവൾ പറഞ്ഞതും ആ പെട്ടിക്കുള്ളിലുള്ള വിഷ്വലുകൾ ആ സ്ക്രീനിൽ തെളിഞ്ഞു കാണാം. നല്ല പൊക്കമുള്ള ഒരാള് നിവർന്നു കിടക്കുന്ന കാഴ്ചയാണ് ആ സ്ക്രീനിൽ കാണുന്നത്. ശവപ്പെട്ടിക്കകത്ത് ഒരാളുണ്ടെന്ന് വ്യക്തം. ആ ആളിന്റെ ക്ലോസപ്പ് വിഷ്വലുകളാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്.
മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു കൗതുകത്തോടെ ആകാംക്ഷയോടെ ആ വിഷ്വലുകൾ സൂക്ഷിച്ചു നോക്കുകയാണ്. നല്ല ഉറപ്പുള്ള ശക്തിയുള്ള ഒരാളുടെ ഡെഡ് ബോഡിയാണ് ആ വിഷ്വലിൽ കാണുന്നത്. വിഷ്വലുകൾ ആ സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സുന്ദരിയുടെ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇത് റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ ഒരു ഫൈറ്ററുടെ ബോഡിയാണ്. ഈ ഡെഡ് ബോഡി അദ്ദേഹം മരിച്ച ആ നിമിഷത്തിൽ തന്നെ പ്രിസർവേഷന് വിധേയമാക്കിയതാണ്. ആ സുന്ദരി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്ക് ആ ബോഡിയിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ശരിയാണ്, ആ ബോഡിയിൽ ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ആ ബോഡിയുടെ ഉടമയെ ആക്രമിച്ച വ്യക്തി ശരിക്കും അതിശക്തനാണ്. മാർക്കിന് ഇപ്പോ ആ കാര്യം ഉറപ്പാണ്. ആ ഡെഡ് ബോഡിയുടെ ഉടമ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെ ശരിക്കും ശക്തമായ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ആരോ ആക്രമിച്ചതാണ്. ഡിവൈൻ സെൻസ് ഒറ്റ നിമിഷം കൊണ്ട് ആക്രമണത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ബോഡിക്ക് ഒരു തരത്തിലുമുള്ള കേടുകളും ഉണ്ടാകാത്തത്. ഡിവൈൻ സെൻസ് നശിപ്പിച്ച നിമിഷം തന്നെ ആ ബോഡിയെ പ്രിസർവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേടുകൂടാതെ ആ ബോഡി ഇത്രയും കാലം ഇരുന്നത്. അതിശക്തമായ ബോഡി. ആ ബോഡിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന മാർക്കിന്റെ മനസ്സിൽ പെട്ടെന്നാണ് ബുദ്ധൂസ് കയറി വരുന്നത്. മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ താമസമാക്കിയിരിക്കുന്ന ബുദ്ധൂസിന് ഒരു ബോഡി വേണം. ബുദ്ധൂസിന് ഒരു ബോഡി സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് മാർക്ക് പറയുകയും ചെയ്തതാണ്. ഇതാ റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ ഒരു ബോഡിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഉറച്ച ബോഡി, കാര്യരൂപമുള്ള ബോഡി. ആ ബോഡി ബുദ്ധൂസിന് കൊടുത്താൽ ബുദ്ധൂസിന് അത് ശരിക്കും ഉപയോഗപ്പെടും. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും ലേലം ആരംഭിച്ചു. ലേലം തുടങ്ങിയത് തന്നെ 100 മില്യൺ സ്പിരിറ്റ് കോയിനിൽ നിന്നാണ്. പെട്ടെന്ന് ആ ലേലം വിളി അങ്ങ് ഉയരുകയാണ്. 100ആയി, 150ആയി, 200ആയി അങ്ങനെ പോവുകയാണ്. മാർക്ക് അവസാനം അത് വിളിച്ചെടുത്തു. 800 മില്യൺ സ്പിരിറ്റ് കോയിൻ. 800 മില്യൺ സ്പിരിറ്റ് കോയിൻ കൊടുത്ത് മാർക്ക് ആ ബോഡി വാങ്ങിച്ച ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ മാജിക്കൽ ആർട്ടിഫാക്റ്റിൽ നിന്ന് മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, താങ്ക് യു, താങ്ക് യു മാർക്ക്, താങ്ക് യു. ഇത്രയും പണം മുടക്കി എനിക്ക് ഒരു ബോഡി വാങ്ങിച്ചു തന്നല്ലോ. സംസാരിക്കുന്നത് സാക്ഷാൽ സ്കൈ ബ്ലഡ് റെയിൻബോയാണ്. അത് കേട്ടതും മാർക്ക് സ്കൈ ബ്ലഡിനോട് പറഞ്ഞു, ഏയ്, നിനക്ക് വേണ്ടിയല്ല ഞാൻ ഈ ബോഡി വാങ്ങിച്ചത്, ഇത് വേറൊരു ആവശ്യത്തിനാണ്. നിനക്ക് വേണ്ടി വേറൊരു ബോഡി ഞാൻ വാങ്ങിച്ചു തരാം. സ്കൈ ബ്ലഡിനും ഒരു ബോഡിയുടെ ആവശ്യമുണ്ട്. മാർക്ക് അത് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് സ്കൈ ബ്ലഡിനോട് മാർക്ക് തന്നെ പറഞ്ഞതുമാണ്. മാർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ 1000 മില്യൺ സ്പിരിറ്റ് കോയിനിൽ 800 മില്യൺ സ്പിരിറ്റ് കോയിനും ഒറ്റയടിക്ക് തീർന്നിരിക്കുകയാണ്. ആ ശവപ്പെട്ടിക്ക് ശേഷം പിന്നെയും അനവധി വിലപിടിപ്പുള്ള സാധനങ്ങൾ ലേലത്തിലെത്തി. ലേലത്തിലേക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ മാർക്കിനെ ശരിക്കും അമ്പരിപ്പിക്കുകയാണ്. വരുന്ന എല്ലാവർക്കും 2 മീറ്ററിലധികം പൊക്കമുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച മാർക്ക് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇതെന്താ ഇവർക്കൊക്കെ ഭയങ്കര പൊക്കം? ഏയ് സുഹൃത്തെ, ഇവരൊക്കെ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ വളരെ ഉള്ളിൽ താമസിക്കുന്നവരാണ്. നമുക്കാർക്കും അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റില്ല. അവിടെ നിന്ന് വരുന്ന അവര് ഭയങ്കര ശക്തരാണ്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഒരു സ്റ്റേജ് വരെ മാത്രമേ മാർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ ഹണ്ടിങ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്. അതിനും അപ്പുറത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അവിടെ മാർക്കിന് തടുക്കാൻ കഴിയാത്ത വൻ ബീസ്റ്റുകളുണ്ട്, ഡീമനിക് ബീസ്റ്റുകൾ. അവയുടെ മുന്നിൽ മാർക്കിന് പിടിച്ചേക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മാർക്ക് അങ്ങോട്ട് പോകാതിരുന്നത്. അവയൊക്കെ തരണം ചെയ്ത് വളരെ ഉള്ളിൽ നിന്ന് ആ വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ മാർക്ക് അപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഒരെണ്ണം പോലും ഡീമനിക് ബീസ്റ്റുകളുമായി ബന്ധപ്പെട്ടവയല്ല. അത് കേട്ടപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവുകയാണ്. ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ പണ്ട് ഡീമനിക് ബീസ്റ്റുകൾ ആയിരുന്നവരാണോ? ഇമോർട്ടൽ ക്രെയിൻ ഒരു ഡീമനിക് ബീസ്റ്റ് ആയിരുന്നു. പക്ഷെ കാലക്രമേണ ആ ഡീമനിക് ബീസ്റ്റ് മനുഷ്യരൂപത്തിലേക്ക് മാറിയതാണ് ഇമോർട്ടൽ ക്രെയിൻ. അതുപോലെ ആ സ്റ്റേജിൽ കാണുന്ന ആളുകളൊക്കെ ഡീമനിക് ബീസ്റ്റുകളിൽ നിന്ന് മനുഷ്യരൂപം പ്രാപിച്ചവരാണോ? മാർക്കിന്റെ മനസ്സിൽ ആ ആളുകളെ കാണുമ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മരുന്നിന്റെ ഫോർമുല അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ബീസ്റ്റ് പിൽ എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട ഒരു മരുന്നിന്റെ ഫോർമുല അതാണ് അവിടെ ലേലത്തിലെത്തിയിരിക്കുന്നത്. ആ യുവതി ആ ഹാളിലുള്ള മുഴുവൻ കൾട്ടിവേറ്റേഴ്സിനെയും ഒന്ന് സ്കാൻ ചെയ്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൾട്ടിവേറ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് ശരിക്കും ഉപയോഗപ്പെടുന്ന ഒരു മരുന്നിന്റെ ഫോർമുലയാണ് ഇവിടെ ഇനി ലേലത്തിൽ വെക്കുന്നത്. ഈ ബീസ്റ്റ് പിൽ ഫോർമുല ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പില്ലുകൾ നിങ്ങളുടെ കഴിവിനെ വളരെ വളരെ മുകളിലേക്ക് കൊണ്ടുവരും. തികച്ചും നിങ്ങൾ പെട്ടുപോകുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ ഈ ബീസ്റ്റ് പിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശക്തി 3-4 മടങ്ങായി വർദ്ധിക്കും. നിങ്ങൾക്ക് എതിരാളിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും എതിരാളിയെ വകവരുത്താനും ആ സമയം മതിയാകും. ആ സുന്ദരി വളരെ വ്യക്തമായിട്ട് അതിന്റെ ഫീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞപ്പോൾ സകല ആളുകൾക്കും ആവേശം. അവരെല്ലാവരും കൾട്ടിവേറ്റേഴ്സ് ആണ്, അവരൊക്കെ
നിരന്തരമായി ഫൈറ്റിൽ ഏർപ്പെടുന്നവരുമാണ്. അവരെക്കാൾ ശക്തരായ ആരെങ്കിലും അവർ ആക്രമിക്കുമ്പോൾ രക്ഷപ്പെടാനാണെങ്കിലും അവർക്ക് ഈ പില്ല് സഹായകരമാകും. അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായ ഒരു ലേലമാണ് നടന്നത്. മാർക്കിന് ആ പില്ല് ഫോർമുല കിട്ടിയാൽ കൊള്ളുന്നുണ്ട്. പക്ഷെ മാർക്കിന്റെ കയ്യിലുള്ളത് 200 മില്യൺ സ്പിരിറ്റ് കോയിൻ മാത്രമാണ്. പെട്ടെന്നാണ് ആ ഫോർമുലയ്ക്ക് വേണ്ടിയുള്ള ലേലം വിളി 200 മില്യൺ ഓവർടേക്ക് ചെയ്യുന്നത്. 200 അതിവേഗം കടന്നു പോവുകയാണ്. അവസാനം ആ പിൽ ഫോർമുല വിറ്റുപോയത് 1000 മില്യൺ സ്പിരിറ്റ് കോയിനാണ്. ആ ലേലം വിജയിച്ചത് ഒരു ഉണക്ക മനുഷ്യനാണ്, ലേശ പ്രായമുള്ള ഒരു മനുഷ്യൻ. ലേലമൊക്കെ അവസാനിച്ചപ്പോൾ മാർക്ക് ഫെല്ലർ ആ സ്റ്റേജിന്റെ പുറകിലേക്ക് പോയി. അവിടെ പണമടച്ച് ആ ശവപ്പെട്ടി വാങ്ങാനാണ് മാർക്ക് ചെന്നത്. മാർക്ക് ആ 800 മില്യൺ സ്പിരിറ്റ് കോയിനും അടച്ച് ആ ശവപ്പെട്ടി വാങ്ങി അത് മാർക്കിന്റെ ആ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. ആ സമയത്താണ് മാർക്ക് ആ പിൽ ഫോർമുല വാങ്ങാനായി പണമടയ്ക്കുന്ന ആ പ്രായമുള്ള മനുഷ്യരെ കണ്ടത്. അത് കണ്ടപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉടലെടുക്കുകയാണ്. വലിയ കരുത്തനൊന്നുമല്ലാത്ത ഒരു കക്ഷിയാണ് ആ പിൽ ഫോർമുല സംഘടിപ്പിച്ചിരിക്കുന്നത്. അയാൾ ആ പിൽ ഫോർമുലയുമായി പുറത്തേക്ക് പോകുമ്പോൾ വഴിക്കിട്ട് അയാളെ തടുക്കണം. തടുത്ത് ആ പിൽ ഫോർമുല വാങ്ങിച്ച് ഒന്ന് വായിച്ച് പഠിച്ചാൽ മാർക്കിന് ആ പില്ലുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിൽ വന്നതും മാർക്ക് അതിവേഗം ആ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി അവിടുന്ന് പ്രധാന ഹാൾ വഴി പുറത്തെത്തി. മാർക്ക് ഹാളിന് പുറത്തെത്തിയപ്പോൾ മാർക്കിന്റെ അടുത്തേക്ക് മാർക്കിന് പണം കൊടുത്ത ആളുകളൊക്കെ വന്നു. അവരെ കണ്ടതും മാർക്ക് ചിരിച്ചു. ഏയ്, നിങ്ങൾ സാധനം വാങ്ങിച്ചോ? മാർക്കിനോടായി ആ ആളുകൾ ചോദിച്ചതും മാർക്ക് പറഞ്ഞു, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എടുക്കെടുക്ക്. അത് പോട്ടെ, എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്ത കമ്മീഷൻ താ. കമ്മീഷനോ? എന്ത് കമ്മീഷൻ? മാർക്കിന് ആ 200 മില്യൺ ആദ്യം കൊടുത്ത ടീമിന്റെ തലവൻ എന്ന് തോന്നുന്ന ആളാണ് ആ ഡയലോഗ് പറഞ്ഞത്. ഏയ്, നിങ്ങൾ 15% കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ലേലത്തിൽ പങ്കെടുത്തത്. നിങ്ങൾ എന്താ പറയുന്നത്? കമ്മീഷൻ തരില്ലെന്നാണോ? കമ്മീഷനോ? ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്കിന് പണം കൊടുത്ത വേറൊരു ടീം പറഞ്ഞു, അതെ അതെ, ഞങ്ങളും ഇവന് പണം കൊടുത്തതല്ലാതെ കമ്മീഷനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആ ടീമിലെ ആളും അത് പറഞ്ഞതും ബാക്കിയുള്ള ആളുകളും അതേ കഥ ആവർത്തിച്ചു. അവര് ശരിക്കും ഒരു കൊള്ളക്കാര ശൈലിയിലേക്ക് അങ്ങ് മാറുകയാണ്. അവര് പറയുന്നത് കേട്ടതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, എന്നാ ശരി, ഞാൻ പോവുകയാണ്. ഏയ്, സാധനോ? എന്ത് സാധനം? ഞങ്ങള് നിനക്ക് നൽകിയ പണം ഉപയോഗിച്ച് നീ വാങ്ങിച്ച സാധനമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എനിക്ക് പണം നൽകുന്നു. എപ്പോ? ഏയ്, കളിക്കരുത്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിനക്ക് 1000 മില്യൺ സ്പിരിറ്റ് കോയിൻ നൽകിയില്ലേ? ആ പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകിൽ പണം തരണം, അല്ലെങ്കിൽ സാധനം തരണം. അങ്ങനെ ആ ടീമുകളിലെ ആളുകൾ പറഞ്ഞതും മാർക്ക് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മറുപടി കേട്ടപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തിന് ദേഷ്യം വന്ന് അവൻ മാർക്കിന് നേരെ കുതിച്ചെത്തിയെന്ന് മാത്രമല്ല, അവൻ കൈ ഉയർത്തി മാർക്കിന്റെ നെഞ്ചിൽ ആഞ്ഞൊരൊറ്റ ഇടി. മാർക്കിന്റെ നെഞ്ചിലേക്ക് അവൻ ആഞ്ഞിടിക്കുമ്പോൾ മാർക്ക് അവനെ തടുത്തതുമില്ല. പക്ഷേ ഇടിച്ച അവൻ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് തെറിക്കുകയാണ്. അവന്റെ കൈ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അവൻ വേദന കൊണ്ട് പൊളയുകയാണ്. അത് കണ്ട ബാക്കി ആളുകളും ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ആ ചെറുപ്പക്കാരോട് മറ്റുള്ളവർ ചോദിക്കുകയാണ്, എന്താ പറ്റിയേ? അവന് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അവൻ ശരിക്കും ഒരു ഭൂതത്തെയൊക്കെ കണ്ടതുപോലെ ഭയന്ന് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവനെ നോക്കിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ഏയ്, ഞാൻ പോട്ടെ. മാർക്ക് എങ്ങനെ പറഞ്ഞതും മാർക്കിനെ ആ കൂട്ടത്തിലെ മിടുക്കന്മാരെന്ന് തോന്നുന്ന ചെറുപ്പക്കാർ ഒന്ന് വളഞ്ഞു. അവര് മാർക്കിനോട് പറഞ്ഞു, നീ ഞങ്ങളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഞങ്ങള് അറിയപ്പെടുന്ന സെക്ഷനുകളുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നിന്നെപ്പോലുള്ള ഫ്രീലാൻസുകാർക്ക് സെക്ഷനുകളിൽ കയറിപ്പറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിന്നോട് സെക്ഷനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യവുമില്ല. നീ പണവും സാധനവും ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇപ്പൊ അവസാനിപ്പിക്കും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ എനിക്ക് പണം നൽകിയിട്ടുമില്ല, ഞാൻ നിങ്ങൾക്ക് സാധനം നൽകാനുമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വേറെ കരാറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ മാർക്ക് ആ ചെറുപ്പക്കാരനെ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നതും അവന്റെ കയ്യിൽ പെട്ടെന്ന് ഒരു കഠാര പ്രത്യക്ഷപ്പെട്ടതും, ഒരു ചെറിയ കഠാര. അവൻ ആ കഠാര മാർക്കിന്റെ കഴുത്തിന് നേരെ ആഞ്ഞു കുത്തുകയാണ്. അത്തരം ഒരു സാഹചര്യം വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്ക് ഫെല്ലർ. കഴുത്തിന് നേരെ ആ കഠാര അങ്ങനെ വന്നതും മാർക്കിന്റെ ഇടത് കൈ ഒന്ന് ചലിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ ഇടത് കൈ അതിവേഗതയിലാണ് അവന്റെ കഠാര പിടിച്ചിരുന്ന കൈ പിടിച്ചത്. മാർക്കിന്റെ കഴുത്തിലേക്ക് അവൻ കുത്തിയില്ലെന്നായപ്പോഴാണ് മാർക്ക് ആ കൈയിൽ പിടിച്ചത്. കൈ പിടിച്ച മാർക്ക് ശരിക്കും കൈയൊന്ന് അമർത്തിയതും അവന്റെ കൈ ഒടിയുന്ന ശബ്ദം ചുറ്റും കേട്ടു തുടങ്ങി. ആളുകൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവര് അമ്പരപ്പട നോക്കുമ്പോൾ മാർക്ക് ആ കൈ പതുക്കെ അങ്ങ് ഓടിച്ചു.
ആ ഒടിഞ്ഞ കൈയുടെ അറ്റത്ത് ആ കഠാരമുണ്ട്. പച്ചയ്ക്ക് ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ച് ഒടിക്കുന്ന കണ്ടപ്പോൾ ചിലരെങ്കിലും പുറകോട്ട് മാറി. പക്ഷെ ദേഷ്യം വന്ന ഒരുത്തൻ മുന്നോട്ട് കുതിച്ചിട്ട് മാർക്കിനെ ആഞ്ഞിടിക്കാൻ ശ്രമിച്ചതും മാർക്ക് വലത് കൈ ഉയർത്തി ഒരൊറ്റയടി. ആ ഒരു അടിക്ക് ഗുണമുണ്ടായി. കാരണം ആ അടിയേറ്റ് ആ ചെറുപ്പക്കാരൻ്റെ തല എങ്ങനെ ചിതറി. ആ തല ചിതറിയതും ബാക്കി ബോഡി താഴേക്ക് എങ്ങനെ വീഴുകയാണ്. ഈ സമയത്തും ആ കൈ ഒടിഞ്ഞ ചെറുപ്പക്കാരൻ മാർക്കിന്റെ കൈ കിടന്ന് പിടയുകയാണ്. മാർക്ക് അവനെ പതുക്കെ ഒന്ന് തള്ളി. ഇപ്പോ മാർക്കിനെ വളഞ്ഞു നിന്നിരുന്ന ആളുകളൊക്കെ ഭയത്തോടെ മാർക്കിനെ നോക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരാൾ മാർക്കിനോട് ചോദിച്ചു, സുഹൃത്തെ, എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടതും അതുവരെ മാർക്കിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും അറിയാതെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോവുകയാണ്. പെട്ടെന്ന് അവരുടെയൊക്കെ മുഖത്ത് അമ്പരപ്പാണോ ആഹ്ലാദമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം കടന്നു വന്നു. അവരെല്ലാവരും മാർക്ക് ഫെല്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അവര് മാർക്കിനെ തൊഴുതു. മാർക്ക് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ നഷ്ടം എനിക്ക് മനസ്സിലാകും. ഇനിയൊരു അവസരത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. മാർക്കിന് വേണ്ടി എത്ര പണം മുടക്കാനും അവരൊക്കെ റെഡിയാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് അത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, അതൊന്നും വേണ്ട. മാർക്കിന് ആ പണം ആവശ്യമായി വന്നതുകൊണ്ടാണല്ലോ മാർക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചത്. ദയവായി അത് ഞങ്ങളുടെ ഒരു സന്തോഷ പ്രകടനമായി കാണണം. പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം അങ്ങ് മാറി. അപ്പോഴാണ് മാർക്ക് ആ പ്രായമുള്ള മനുഷ്യൻ അതുവഴി നടന്നു പോകുന്നത് കണ്ടത്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് പോയിട്ടൊരു കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവരുടെ അടുത്തുനിന്ന് മാറി പതുക്കെ ആ മനുഷ്യനെ ഫോളോ ചെയ്ത് തുടങ്ങി. അയാൾ വളരെ സാവധാനമാണ് നടക്കുന്നത്. മാർക്കും അതിനനുസരിച്ച് സാവധാനം നടക്കുകയാണ്. ആ പാലസ് ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ആ മനുഷ്യൻ നടന്നു കയറുന്നത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ സമീപത്തേക്കാണ്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ അതിരിൽ ചേർന്ന് ഒരു നടപ്പാതയുണ്ട്. അയാൾ ആ നടപ്പാത ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. മാർക്ക് ഫെല്ലർ സാവധാനം അയാൾ ഫോളോ ചെയ്യുകയാണ്. അയാൾ കാണാതെയാണ് മാർക്ക് ഫോളോ ചെയ്യുന്നത്. മാർക്ക് ഇരുട്ടിന്റെ മറപറ്റിയാണ് നടക്കുന്നത്. ലേലം വിളി തീർന്നപ്പോൾ തന്നെ സന്ധ്യയായിട്ടുണ്ടായിരുന്നു. അയാളുടെ കണ്ണ് വെട്ടിച്ച് മാർക്ക് അങ്ങനെ നടക്കുമ്പോൾ രസകരമായ ഒരു കാഴ്ച മാർക്ക് കണ്ടു. മാർക്കിന് മുന്നിലായി മരങ്ങളുടെ മറപറ്റി അനവധി ആളുകൾ അവിടെ നേരത്തെ തന്നെ പതുങ്ങി നിൽക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യൻ കടന്നുപോയതും ആ മരങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ ആ പ്രായമുള്ള മനുഷ്യനെ പതുക്കെ പിന്തുടരുകയാണ്. അവർ പക്ഷേ പാതയിലേക്ക് ഇറങ്ങാതെ മരങ്ങൾക്കിടയിലൂടെയാണ് പിന്തുടരുന്നത്. ഒരു മരത്തിനടുത്തുനിന്ന് അടുത്ത മരത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഒളിച്ചിരിക്കും. ആ പ്രായമുള്ള മനുഷ്യൻ കണ്ടില്ലെന്ന് ബോധ്യമാവുന്നതും വീണ്ടും മുന്നോട്ട് നീങ്ങും. അങ്ങനെ പോവുകയാണ്. ആ കളി ശ്രദ്ധിച്ച മാർക്കും ആരുടെയും ശ്രദ്ധപ്പെടാതെ കുറച്ച് പുറകിലായി നടക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും ആ ടീം നടന്നു കാണും. പാലസിൽ നിന്ന് വളരെ വിദൂരതയിൽ അപ്പോൾ എത്തിക്കഴിഞ്ഞു. ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യജീവി പോലുമില്ല. ആരുടെയും ശ്രദ്ധയിൽ അവരാരും പെടില്ല എന്ന് എല്ലാവർക്കും തോന്നിയ നിമിഷത്തിൽ ആ പ്രായമുള്ള മനുഷ്യൻ നടപ്പ് നിർത്തി. അയാള് ഒന്ന് തിരിഞ്ഞതിന് ശേഷം അയാൾ ആ മരങ്ങൾക്ക് നേരെ നോക്കി ഉറക്കെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വരെ എത്തിയതല്ലേ, ഇനി ഒളിക്കണ്ട, നേരെ വാ. തങ്ങൾ ഫോളോ ചെയ്ത കാര്യം ആ മനുഷ്യൻ അറിഞ്ഞിരിക്കുന്നുവെന്ന് അയാളുടെ ഡയലോഗ് കേട്ടപ്പോൾ ആ മരങ്ങളുടെ പുറകിലുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി. എന്തായാലും കണ്ടുപിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി ഒളിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നിയ ആ ടീം നേരെ മുന്നിലേക്ക് വന്നു. ഏകദേശം ഒരു 20 ആളുകൾ വരും. ആ ആളുകൾ പല ടീമിനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നതാണെന്ന് അവരിൽ നിന്ന് കുറെ പുറകിലായി ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന മാർക്കിന് മനസ്സിലായി. മാർക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി കൗതുകത്തോടെ മുന്നിലേക്ക് നോക്കി നിൽക്കുകയാണ്. മാർക്കിനെ വളരെ വ്യക്തമായി ആ പ്രായമുള്ള മനുഷ്യനെ കാണാം. ആ പ്രായമുള്ള മനുഷ്യൻ ആ കൂടി നിൽക്കുന്ന ആളോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തത് എന്റെ കയ്യിലിരിക്കുന്ന ആ മരുന്നിന്റെ ഫോർമുല ലഭിക്കാനാണല്ലേ? അതെ, ആ ഫോർമുലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ ആ ഫോർമുലയ്ക്ക് തരികയാണെങ്കിൽ നിങ്ങളെ കൊല്ലാതെ വിടാം. വളരെ കൂളായിട്ട് ഒരു ചെറുപ്പക്കാരൻ അത് പറഞ്ഞതും ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, നോക്ക്, ഈ ഫോർമുല വില കൊടുത്ത് വാങ്ങാൻ എനിക്കറിയാമെങ്കിൽ ആ ഫോർമുല ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകണമെന്നും എനിക്കറിയാമായിരിക്കും, ശരിയല്ലേ? ആ പ്രായമുള്ള മനുഷ്യൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാർക്ക് പെട്ടെന്നൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു. അയാള് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം അവന്മാർക്ക് അങ്ങോട്ട് മനസ്സിലായതുമില്ല. ഒരാള് അസന്തുഷ്ടിയോടെ ആ പ്രായമുള്ള ആളോട് പറഞ്ഞു, വാചോടി നടത്ത്, വേഗം ഫോർമുല ഹാൻഡ് ഓവർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിവേഗം അവൻ മുന്നോട്ട് നടക്കുകയാണ്. അവൻ മുന്നോട്ട് നടന്നതും അയാളെ കയ്യെന്ന് ഉയർത്തിയതും ആ മുന്നോട്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ അങ്ങനെ തന്നെ അങ്ങ് നിന്നു പോവുകയാണ്. ഒരു പ്രതിമ പോലെ അയാളങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, അവന്റെ പുറകിലുണ്ടായിരുന്ന ബാക്കി 19 പേരും നിന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് വേരുറച്ചതുപോലെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു അനക്കവുമില്ലാതെ പ്രതിമകളായി അവർ ആ നിമിഷം മാറി.
തങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ആ ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് കൈയും കാലും ഒക്കെ അനക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. മുന്നിൽ പ്രതിമയായി പോയ ചെറുപ്പക്കാരൻ ആ പ്രായമുള്ള ആളോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ എന്ത് മന്ത്രവാദ കാണിച്ചത്? അങ്ങനെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും ആ പ്രായമുള്ള ആള് അയാളുടെ ചൂണ്ടുവിരൽ അവന് നേരെ ഒന്ന് ചൂണ്ടി. ആ നിമിഷത്തിൽ ആ ഏറ്റവും മുന്നിലുള്ള ചെറുപ്പക്കാരൻ ചെറു കഷ്ണങ്ങളായി ഒരു ബോംബ് സ്ഫോടനത്തിൽ തകരും പോലെ തകർന്നടിഞ്ഞു. ശരിക്കും അവങ്ങ് ചിതറുകയായിരുന്നു. മാർക്ക് വളരെ വളരെ വ്യക്തമായി ആ കാഴ്ച കണ്ടു. മാർക്കിന്റെ ശ്വാസം നിലച്ചുപോയ ഒരു നിമിഷം, അങ്ങനെ അതിനെ പറയാൻ പറ്റും. മാർക്ക് അറിയാതെ ആ മരത്തിലോട്ട് ചേർന്ന് നിന്ന് പോവുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. മാർക്കിന്റെ മുന്നിലുള്ള ആ 19 ആളുകളും ടപ് 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 എന്ന് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. അയാളെ ഫോളോ ചെയ്ത ആ 20 ആളുകളും നിമിഷ നേരം കൊണ്ട് അവിടെ അവസാനിച്ചു. ദേഹം അനക്കാതെ വെറും വിരല് മാത്രം ആളുകളുടെ നേരെ ചൂണ്ടി അവരെ കൊല്ലാൻ ആ പ്രായമുള്ള മനുഷ്യന് കഴിഞ്ഞിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മാർക്ക് ശ്വാസം അടക്കി പിടിച്ച് മരത്തിൽ ചേർന്നിങ്ങനെ നിന്നു. അയാൾ മാർക്കിനെ കണ്ടാൽ മാർക്കിന്റെ കാര്യവും തീരുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യന്റെ ശബ്ദം മാർക്കിനെ തേടി വന്നു. ഏയ് നീ എന്തിനാ മരത്തിന്റെ പുറകിൽ നിൽക്കുന്നത്, മുന്നോട്ട് വാ. ആ മനുഷ്യൻ തന്നെ കണ്ടുവന്ന് ആ ശബ്ദം കേട്ടതും മാർക്കിന് മനസ്സിലായി. മാർക്ക് ഭയന്ന് ആ മരത്തിന്റെ പുറകിൽ നിന്ന് മുന്നിലേക്ക് കയറി. മാർക്കിനെ കണ്ടതും അയാൾ മാർക്കിനോട് ചോദിച്ചു, നീയും എന്നെ ഫോളോ ചെയ്തു അല്ലേ? മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടി ലേലത്തിൽ വിളിക്കുന്നത് അയാൾ കണ്ടതാണ്. മാർക്ക് ആ ശവപ്പെട്ടി ബാക്ക് സ്റ്റേജിൽ നിന്ന് വാങ്ങുന്നതും അയാൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, സോറി, ഞാന് ഒരു കൗതുകത്തിന് ആ ഫോർമുല കാണാൻ വേണ്ടി നിങ്ങളൊന്ന് ഫോളോ ചെയ്തതാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാൾ അയാളുടെ കൈ ഒന്ന് വലിച്ചു പിടിച്ചതും ഏകദേശം 50 അടി അപ്പുറത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലർ കാന്തത്തിനെ ആകർഷിക്കും പോലെ അതിവേഗം ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ശരിക്കും മാർക്കിനെ പറന്നു വന്നു എന്ന് പറയാം. മാർക്കിനെ ഒരു സക്ഷൻ ഫോഴ്സ് വലിച്ചു പിടിക്കുകയാണ്. അമ്പരന്ന് പോയ മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പറന്ന് ആ മനുഷ്യന്റെ തൊട്ടു മുന്നിലെത്തി. തന്റെ മുന്നിലെത്തിയ മാർക്ക് ഫെല്ലറെ ആ മനുഷ്യൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്കും അയാളും തമ്മിൽ ഇപ്പൊ ഏകദേശം 10 അടി മാത്രമാണ് വ്യത്യാസം. 10 അടി മുന്നിൽ നിൽക്കുന്ന ആ പ്രായമുള്ള മനുഷ്യനോടായി മാർക്ക് പറഞ്ഞു, ഞാന് ഒരിക്കലും താങ്കളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചതല്ല. അത് കേട്ടതും ആ പ്രായമുള്ള ആള് ഒന്ന് പുഞ്ചിരിച്ചിട്ട് അയാൾ കൈയൊന്ന് ഉയർത്തിയതും അതിശക്തമായ ഒരു ഓറ അയാളുടെ കയ്യിൽ നിന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്നു. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ഓറ കണ്ടതും മാർക്ക് 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. അതിശക്തമായ ആ ബാറ്റിൽ ഫോർമുലയ്ക്കൊപ്പം തന്നെ മാർക്ക് വജ്ര ബോഡിയും ആക്ടിവേറ്റ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു ഗോൾഡൻ പ്രകാശവും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പച്ച പ്രകാശം ഉണ്ടായി. അത് കണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, കൊള്ളാമല്ലോ. പക്ഷെ അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും അതിശക്തമായ ആ ഓറ മാർക്കിനെ പുറത്തിടിച്ചു. മാർക്കിന്റെ പുറത്ത് ആ ഓറ ഇടിച്ചതും സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലർ തകർന്ന് വീഴേണ്ടതാണ്. പക്ഷെ മാർക്ക് 1-2 അടി പുറകിലോട്ട് തെറിച്ചതല്ലാതെ മാർക്ക് വീണില്ല. അതുകൂടി കണ്ടതും ആ പ്രായമുള്ള ആള് ഒന്നുകൂടെ ചിരിച്ചു. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ പറഞ്ഞ അയാളുടെ കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തി മാർക്കിന് നേരെ ഒന്ന് താഴ്ത്തി. ശരിക്കും അയാൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് ആ കൈ ഇങ്ങനെ താഴ്ത്തുമ്പോൾ അതിശക്തമായ പ്രഷറിൽ എന്തോ ഒന്ന് മാർക്കിന് മുകളിലേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്കിന് തോന്നി. കാറ്റാണോ പ്രകാശമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് മാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന് മുമ്പ് അത് മാർക്കിനെ ആക്രമിക്കുകയാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രകാശവലയം വന്ന് വീണതുപോലെയാണ് മാർക്കിന് തോന്നിയത്. മാർക്കിന്റെ ബോഡിയിലേക്ക് ഒരു പ്രകാശവലയം വന്ന് വീഴുന്നു തോന്നിയ നിമിഷത്തിൽ മാർക്ക് പെട്ടെന്ന് ആ കോസ്മിക് ഫോം ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ കോസ്മിക് ഫോം അതിശക്തമായി മുകളിലേക്ക് ഉയർന്നതും ആ മനുഷ്യൻ ഒന്നുകൂടെ പുഞ്ചിരിച്ചു. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് ആ കോസ്മിക് ഫോമിൽ നിന്നുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ഒരു ആൽക്കമിസ്റ്റ് ആണ്. ആ പിൽഫോർമിനെ കുറിച്ച് കേട്ടപ്പോൾ ശരിക്കും കൗതുകം തോന്നിയതുകൊണ്ടാണ് ഞാൻ താങ്കളെ പിന്തുടർന്നത്. ആൽക്കമിസ്റ്റ് ആണ് മാർക്ക് എന്ന് കേട്ടപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് കയ്യൊന്ന് അനക്കി. ആ നിമിഷത്തിൽ മാർക്കിനെ ആക്രമിച്ച ആ ഓറ അവിടെ നിന്ന് പിൻവലിക്കപ്പെട്ടു. ആ ഓറ പിൻവലിക്കപ്പെട്ടെന്ന് കണ്ടതും മാർക്കിന്റെ ആ കോസ്മിക് ഫോമും പിൻവലിച്ചു. മാർക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. മാർക്കിന്റെ കോസ്മിക് ഫോമിനോ മാർക്കിന്റെ കയ്യിലുള്ള ഒരു സംവിധാനത്തിനോ മാർക്കിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന് മാർക്കിന് തന്നെ തോന്നിയ നിമിഷമാണ്. മാർക്ക് ഇതുവരെ എതിർത്തിട്ടുള്ള ഏതൊരാളെക്കാളും ശക്തനാണ് ആ പ്രായമുള്ള മനുഷ്യൻ. അതും മാർക്കിന്റെ മനസ്സിൽ പതിഞ്ഞ വിഷയമാണ്. മാർക്ക് ആൽക്കമിസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അയാള് ആ ഓറ പിൻവലിച്ചതെന്ന് മാർക്കിന് മനസ്സിലായി. അയാൾ അത് ബോധ്യപ്പെടുത്താനായി മാർക്ക് കൈ ഒന്ന് അനക്കിയതും മാർക്കിന്റെ കയ്യിൽ ഒരു പർപ്പിൾ ഫ്ലെയിം പ്രത്യക്ഷപ്പെട്ടു. ആ പർപ്പിൾ ഫ്ലെയിം കണ്ടതും ആ പ്രായമുള്ള മനുഷ്യന്റെ മുഖത്ത് വല്ലാത്തൊരു കൗതുകം. പർപ്പിൾ ഫ്ലെയിം കൊള്ളാമല്ലോ.
ഈ സഥൻ മേഖലയിൽ പർപ്പിൾ ഫ്ലെയിം ഉള്ള ആരും ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. ഓക്കെ, എന്തായാലും പർപ്പിൾ ഫ്ലെയിം ഉള്ള സ്ഥിതിക്ക് നീ ഒരു കാര്യം ചെയ്യും, ഒരു പില്ലുണ്ടാക്കി എന്നൊന്ന് കാണിക്കും, ഒരു ഡിവൈൻ പിൽ. ഓക്കെ, ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അവന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ പവലിയൻ മാസ്റ്റർ കൊടുത്ത ആ മരുന്നുണ്ടാക്കാനുള്ള ആ കുട്ടുകം എടുത്ത് പുറത്തേക്ക് വെച്ചു. അത് കണ്ടപ്പോൾ ആ പ്രായമുള്ള മനുഷ്യന് വല്ലാത്തൊരു കൗതുകം. അയാൾ കൗതുകത്തോടെയാണ് ആ കുട്ടത്തിലേക്ക് നോക്കിയത്. മാർക്കും അയാളും നിൽക്കുന്നത് വനത്തിനടുത്താണ്. അയാൾ കൗതുകത്തോടെ ആ കുട്ടത്തിനെ നോക്കുമ്പോഴേക്കും മാർക്കിന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് കുറച്ച് ഹെർബ്സ് ഒക്കെ പുറത്തെടുത്ത് അതിവേഗം അത് ആ കുട്ടകത്തിനകത്തേക്ക് ഇട്ടു. ഒരു കുട്ടുക രൂപത്തിലിരിക്കുന്ന ഒരു ചെറിയ പാത്രമാണ് മാർക്കിന്റെ മുന്നിലുള്ളത്. ആ പാത്രം ചരിഞ്ഞു പോകാതിരിക്കാൻ നല്ലൊരു പദ്ധതിയിലേക്ക് അത് വെച്ചതിന് ശേഷം മാർക്ക് വീണ്ടും ആ ഫ്ലെയിം സൃഷ്ടിച്ചു. ആ ഫ്ലെയിം മാർക്ക് ആ കലത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ആ പ്രായമുള്ള മനുഷ്യൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അടുത്ത 1 മണിക്കൂറിനകത്ത് മാർക്ക് ഫെല്ലർ ഒരു ഡിവൈൻ പില്ലുണ്ടാക്കി. മാർക്ക് ആ പില്ലെടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോയതും അയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അത് ഡിവൈൻ പില്ല് തന്നെയാണ്. അത് നോക്കാതെ തന്നെ ഡിവൈൻ പില്ലാണെന്ന് അയാൾക്ക് അറിയുകയും ചെയ്യും. മാർക്ക് ഫെല്ലറോടായി അയാൾ ചോദിച്ചു, ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച പിൽ ഫോർമുലയാണ് എന്റെ കയ്യിലുള്ളത്, അതെന്തായാലും എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അതൊന്ന് വായിക്കാൻ കിട്ടിയാൽ മാത്രം മതിയായിരുന്നു, ഞാൻ വായിക്കുമ്പോൾ തന്നെ പഠിച്ചെടുക്കും. മാർക്ക് അതുകൂടി പറഞ്ഞപ്പോൾ ആ മനുഷ്യന് പിന്നെ ഒരു കൗതുകം. അയാൾ മാർക്കിനോട് പറഞ്ഞു, ശരി, നീ എന്നെ ഫോളോ ചെയ്യും. അയാള് പതുക്കെ നടന്നു തുടങ്ങി. പതുക്കെയാണ് അയാൾ നടന്നു തുടങ്ങിയെങ്കിലും പെട്ടെന്നാണ് അയാളുടെ വേഗത വർദ്ധിച്ചത്. മാർക്ക് നേരത്തെ കണ്ട ആ വേഗതയൊന്നുമല്ല അയാളുടെ വേഗത, അയാൾ അതിവേഗതയിലാണ് നടക്കുന്നത്. അത് കണ്ടതും മാർക്കിനെ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് അയാളുടെ തൊട്ട് പുറകിലെത്തി. ലൈൻ ഫോർമുലയിൽ മാർക്ക് അയാളുടെ തൊട്ടടുത്തെത്തിയതും അയാൾ കൗതുകത്തോടെ മാർക്കിനോട് ചോദിച്ചു, ഓഹോ, നിനക്ക് 9 സീക്രട്സും അറിയാം അല്ലേ? സീനിയർ, ഞാനത് യാദൃശ്ചിവശാൽ പഠിച്ചതാണ്. മാർക്കിന്റെ മറുപടി കേട്ടപ്പോ ആ പ്രായമുള്ള മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവർ രണ്ടുപേരും കൂടി അധിക സമയം കഴിയുമ്പോൾ ഒരു ചെറിയ വീടിന് മുന്നിലെത്തി. കർഷകർ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വനത്തിനകത്തോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്തോ കെട്ടിയിടുന്ന ഒരു കെട്ടത്തിന്റെ മാതൃകയിലുള്ള ഒരു കൊച്ചു ഫാം ഹൗസ്. ആ ഫാം ഹൗസിലേക്കാണ് ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനെ എത്തിച്ചത്. അവിടെ എത്തിയതും അയാളുടെ കയ്യിലുള്ള ആ കുറിപ്പെടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ബീസ്റ്റ് പില്ല് ഉണ്ടാക്കാനുള്ള ഫോർമുലയാണ് മാർക്കിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ആ ഫോർമുല മാർക്കിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, നിനക്ക് ഞാൻ 3 ദിവസത്തെ സമയം തരാം. 3 ദിവസം കൊണ്ട് നിനക്കിത് പഠിച്ചെടുക്കാൻ പറ്റിയാൽ നിനക്കിത് ഉപയോഗപ്പെടും. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ അകത്തെ മുറിയിലേക്ക് പോയി. അകത്ത് 1-2 മുറികൾ കൂടിയുണ്ട്. മാർക്ക് പുറത്തുള്ള ആ ചെറിയ ഹാളിൽ ചമ്രം പടിഞ്ഞിരുന്ന് ആ പിൽ ഫോർമുല വായിച്ചു തുടങ്ങി. പിൽ ഫോർമുല വായിച്ചു തുടങ്ങുന്ന മാർക്കിന് ശരിക്കും അങ്ങോട്ട് ഒന്നും പിടികിട്ടുന്നില്ല. മാർക്ക് അനവധി മരുന്നുകൾ ഉണ്ടാക്കാൻ പഠിച്ചത് അവന്റെ അച്ഛന്റെ ലൈബ്രറിയിലുള്ള ആ വിവരങ്ങൾ വായിച്ചിട്ടാണ്. ആ വിവരങ്ങളെ കുറിച്ചിരിക്കുന്ന ശൈലിയിലൊന്നുമല്ല ഈ വിവരങ്ങളെ കുറിച്ചിരിക്കുന്നത്. മാർക്ക് പല ആവർത്തി ആ ഫോർമുല വായിച്ചെങ്കിലും മാർക്കിന്റെ മനസ്സിലോട്ട് അതങ്ങോട്ട് പതിയുന്നില്ല. വളരെ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ ആ ഫോർമുലയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഫോർമുല വായിച്ചാൽ മാർക്കിന് എളുപ്പം മനസ്സിലാകുന്നതാണ്. മാർക്ക് വായിക്കുന്നത് കൗതുകത്തോടെ അകത്ത മുറിയിലിരിക്കുന്ന ആ പ്രായമുള്ള മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ദിവസം മുഴുവൻ മാർക്ക് ആ ഫിൽ ഫോർമുല വായിക്കാനായി ഉപയോഗപ്പെടുത്തി എന്ന് പറയാം. മാർക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. മാർക്ക് പലതും ആവർത്തിച്ച് പറഞ്ഞു നോക്കുകയാണ്. മാർക്കിന്റെ ലക്ഷ്യം ആ ഫോർമുല ഹൃദയസ്ഥമാക്കുക എന്നുള്ളതാണ്. 2ാം ദിവസം വൈകുന്നേരമായിട്ടും മാർക്ക് ഫെല്ലർക്ക് ആ ഫോർമുല പഠിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് അകത്തിരിക്കുന്ന ആ പ്രായമുള്ള മനുഷ്യർ മനസ്സിലായി. അയാള് അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഈ ഫോർമുല പഠിക്കാൻ ചിലരൊക്കെ വർഷങ്ങളും ചിലരൊക്കെ ഒരു ജീവിതം തന്നെ എടുക്കും. ഇവന് 3 ദിവസം കൊണ്ട് പഠിക്കാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായത് തന്നെ വലിയ കാര്യം. അങ്ങനെ സ്വയം പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക് കേട്ടോ. സീനിയർ, അങ്ങനെയല്ല, എനിക്ക് ഇത് പഠിച്ചല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് വീണ്ടും അത് വായിച്ചു തുടങ്ങിയാണ്. മാർക്കിനെ ഒന്ന് കൗതുകം നോക്കിയിട്ട് ആ മനുഷ്യൻ വീണ്ടും അകത്തേക്ക് കയറി. പിറ്റേന്ന് വൈകുന്നേരം വരെയാണ് മാർക്കിന് അയാൾ സമയം കൊടുത്തത്. പിറ്റേന്ന് ഏകദേശം 3 മണിയാകാറായപ്പോ കിടക്കുന്ന എണീറ്റ ആ പ്രായമുള്ള മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അയാൾ ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അവിടെ മാർക്കിന്റെ ആ മരുന്നുണ്ടാക്കാനുള്ള കുട്ടുകം അങ്ങനെ തുറന്നിരിക്കുകയാണ്. മാർക്ക് ആ കുട്ടുകത്തിനകത്ത് മരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ആ പ്രായമുള്ള മനുഷ്യൻ ചോദിച്ചു, എന്തായി, വായിച്ചെടുക്കാൻ പറ്റിയോ? സീനിയർ, ഞാനിതാ മരുന്നുണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് മാർക്ക് ഒരു പില്ലെടുത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചു. ആ പില്ലിലേക്ക് നോക്കിയ ആ പ്രായമുള്ള മനുഷ്യൻ ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ഇത് യഥാർത്ഥ ബീസ്റ്റ് പില്ലാണല്ലോ. മാർക്ക് അയാളെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ ആദ്യമായി മാർക്കിനോട് പേര് ചോദിക്കുന്നത്. ഇതിന്റെ പേരെന്താ? എന്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. മാർക്ക് ഫെല്ലറോ എന്ന് അയാൾ ചോദിച്ചപ്പോ മാർക്കിന്റെ മനസ്സിൽ ഒരു ആവേശം ഉണ്ടായി. തന്നെ കുറിച്ച്
ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ മാർക്കിന് തോന്നിയ നിമിഷത്തിൽ ആ സീനിയർ മാർക്കിനോട് പറഞ്ഞു, ഞാന് നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല. അത് സാരമില്ല, കുഴപ്പമില്ല. എൻ്റെ പേര് ഡെങ് ഷെങ് എന്നാണ്. ഞാൻ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ഇവിടേക്ക് വന്നത്. നീ എപ്പോഴെങ്കിലും സെൻട്രൽ പ്ലെയിനിലേക്ക് വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. പിന്നെ നിനക്ക് ഒരു നല്ല ആൽക്കമിസ്റ്റ് ആവാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, സീനിയർ, എനിക്ക് ആൽക്കമിസ്റ്റ് ആവാൻ ഒരു താല്പര്യമില്ല. പിന്നെ എന്താ നിന്റെ താല്പര്യം? സീനിയർ, ഈ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ശക്തനായ ഒരു യോദ്ധാവാകണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കേട്ടതും ആ മനുഷ്യൻ അങ്ങ് ചിരിച്ചു പോവുകയാണ്. മാർക്ക് ഫെല്ലർ, നീ പറയുന്നത് നിനക്ക് ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് എത്തണമെന്നാണല്ലേ? ട്രിബുലേഷൻ സ്റ്റേജിൽ പണ്ട് കാലത്ത് യോദ്ധാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരെ പോലെ ഒരു യോദ്ധാവാകണമെന്നാണ് മാർക്ക് ഫെല്ലറുടെ ആഗ്രഹമെന്നാണ് മാർക്ക് സൂചിപ്പിച്ചത്. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ആഗ്രഹിക്കുന്നത് നേടാൻ കഠിനമായി പരിശ്രമിച്ചാൽ മതി. ഭാഗ്യവും ദൈവ അനുഗ്രഹവും നിനക്കുണ്ടാകും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനോട് യാത്ര പറഞ്ഞ് അതിവേഗം അങ്ങ് പോവുകയാണ്. അയാൾ പോയി കഴിഞ്ഞപ്പോഴാണ് മാർക്കിന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കടന്നു വരുന്നത്. അയാൾ സെൻട്രൽ പ്ലെയിനിൽ നിന്നാണ് വരുന്നത്. സെൻട്രൽ പ്ലെയിനിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ കുറിച്ച് അയാൾക്ക് അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് ചോദിക്കാൻ മാർക്കിന് പറ്റിയില്ല എന്നാണ് സത്യം. പെട്ടെന്നാണ് വേറൊരു കാര്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ജൂവിന്റെ നിർവ്വാണ ബോഡി ശരിയാക്കാൻ സത്യമായിട്ടും ഈ മനുഷ്യന് മാർഗം അറിയാമായിരിക്കും. അത് തനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. അങ്ങനെ തോന്നിയതും മാർക്ക് ആ ലൈൻ ഫോർമുലയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങുകയും മാർക്കിന്റെ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ആ മനുഷ്യൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് മാർക്ക് നോക്കിയത്. ആ മനുഷ്യന്റെ പൊടി പോലുമില്ല ആ ഭാഗത്ത്. അയാൾ അതിവേഗം അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതിശക്തനായ ഒരാളാണ് 3 ദിവസം മാർക്കിനൊപ്പം ഉണ്ടായിരുന്നത്. എന്നിട്ട് മാർക്കിന് അയാളോട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ 3 ദിവസവും മാർക്ക് ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ആ ശ്രമത്തിൽ തന്നെയായിരുന്നു. തലേദിവസം നേരം വെളുക്കാറായപ്പോഴാണ് യഥാർത്ഥത്തിൽ ബോധോദയം ഉണ്ടായതുപോലെ മാർക്കിന് ആ സൂത്രവാക്യം പിടികിട്ടിയത്. പിന്നീട് ആ പിൽസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിന്റെ കളക്ഷനിലായി മാർക്കിന്റെ ശ്രദ്ധ. ആ സമയത്തേക്ക് ആ പ്രായമുള്ള മനുഷ്യൻ സുഖമായി കട്ടിലിരുന്ന് ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് മാർക്കിന്റെ പ്രവർത്തനങ്ങൾ അയാളുടെ ശ്രദ്ധപ്പെടാതെ പോയത്. മാർക്ക് വിദൂരതയിലേക്ക് നോക്കിയിട്ട് തന്റെ സാധനങ്ങളൊക്കെ ഒരുക്കി ആ ബ്ലാക്ക് ഹോക്കിനെ വിളിച്ച് അതിന്റെ പുറത്തേക്ക് കയറി. മാർക്കിന്റെ ലക്ഷ്യം ഇനി ഹണ്ടിങ് ഓർഗനൈസേഷൻ ആണ്. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.